അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വെറ്റിനറി സയൻസിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ബ്ലീഡിംഗ് ഏരിയയെ കുറിച്ചാണ് നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോണത്. വെറ്റിനറി സയൻസിലെ ബ്ലീഡിംഗ് ഏരിയ. ഇപ്പൊ ബ്ലീഡിംഗ് ഏരിയ എന്ന് പറയുന്നത് ഒരു പ്ലേസ് ആണ്. എവിടെയാണ് ബ്ലീഡിംഗ് ഏരിയയിൽ നമുക്ക് ഡയമീറ്ററുകളുടെ അളവിന്റെ കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ്. അതിന്റെ അകത്ത് പറയുന്നത് ബ്ലഡ് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി 150 മില്ലിമീറ്റർ ബ്ലീഡിംഗ് ഏരിയ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ അതിന്റെ സ്ലോപ്പ്, ബ്ലീഡിംഗ് ഏരിയയുടെ സ്ലോപ്പ് നോട്ട് ലെസ് ദാൻ 70 എന്നല്ല, ലെസ് ദാൻ 70 എന്നാണ്. ലെസ് ദാൻ 70 കൂടുതൽ ഉണ്ടായിരിക്കണം. പെർ മീറ്റർ എന്ന് എടുത്തു പറയുന്നുണ്ട് ഡിസ്ചാർജ് പോയിന്റിൽ നിന്ന്. അതുപോലെ ലാർജ് അനിമൽസ് ബ്ലീഡ് ആവാനായിട്ട് മിനിമം അവരെ ട്രഫ് കട്ട് ചെയ്യുന്നത് 1.5 മീറ്റർ ആണ്. ലാർജ് അനിമൽസിന് 1.5 മീറ്ററും എന്നാൽ സ്മോൾ അനിമൽസിന് നമുക്ക് വേണ്ടത് 1.2 മീറ്ററും ആണ്. എത്രയാണ്? 1.5ഉം 1.2ഉം. എങ്ങനെ കിട്ടും? ചെറുത് ഓർക്കാൻ നിങ്ങൾക്ക് സിമ്പിൾ ആണ്. വീട്ടില് എത്ര പന്നിക്കുട്ടികളുണ്ട്? 2. അതാണ് 1.2. ആദ്യം പറഞ്ഞ ലാർജ് അനിമൽസ് 1.5. എന്തായാലും അതിനെക്കാട്ടിയും കൂടുതലല്ലേ. ഒരു ലാർജ് ഫാമിലി എന്ന് വെച്ചാൽ എന്താ? ഒരച്ഛൻ, ഒരമ്മ, 3 കുട്ടികൾ. അതാണ് 1.5 ലാർജ് അനിമൽസ്. പിന്നെ സ്മോൾ അനിമൽസ് എന്ന് വെച്ചാൽ 2 പന്നിക്കുട്ടികളുടെ കേസ് ഞാൻ പറഞ്ഞല്ലോ. അതാണ് 1.2 മീറ്റർ. കറക്റ്റ് ആണോ? മീറ്റർ എന്നാണ് പറയുന്നത്. ഇനി അടുത്തതെന്ന് വെച്ചാല് ബ്ലീഡിംഗ് ടൈം ഫോർ പന്നി, ബ്ലീഡിംഗ് ടൈം ഫോർ പിഗ്സ്. പന്നിയുടെ ബ്ലീഡിംഗ് ടൈം എത്രയാ പന്നിയുടെ ബ്ലീഡിംഗ് ടൈം? പറയൂ. 6 മിനിറ്റ്. 6 മിനിറ്റ് ആണ് പന്നിയുടെ ബ്ലീഡിംഗ് ടൈം. എന്നാല് ഷീപ്പിൻ്റെത് 5 മിനിറ്റ് ആണ്. കേട്ടോ? എങ്ങനെ കിട്ടും പന്നിയുടെ ബ്ലീഡിംഗ് ടൈം 6 മിനിറ്റ് എന്ന്? കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പന്നികൾ രാവിലെ ഇങ്ങനെ കരയുന്നത് 6 മണിക്കാണ്. അതാണ് 6 മണി. ഇല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ കൊച്ചുപിള്ളേരുണ്ടെങ്കിൽ നോക്കിക്കോ, 6 മണിക്ക് അതുങ്ങൾ എടുത്ത് എണീറ്റിക്കാന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും. അതാണ് 6 മണി. അതാണ് പന്നിക്കുട്ടി. ഓക്കെ. ഇനി പിഗ്സ്. ഇനി ഷീപ്പിന്റെ കേസ് നോക്കൂ. ഷീപ്പിനെ സംബന്ധിച്ച് 5 മിനിറ്റ് ആണ്. എങ്ങനെയാണ് 5 മിനിറ്റ് കിട്ടുന്നത്? ഷീപ്പിന് എത്ര കാലുണ്ട്? 4. ഷീപ്പിന് എത്ര വാലുണ്ട്? ഷീപ്പിന് വാലുണ്ടോ? ഉണ്ടോ? ഉണ്ടെന്ന് സങ്കല്പിച്ചാൽ 5 കാലുണ്ട് ഷീപ്പിന്. എന്തായാലും മറ്റേതിനെ കാട്ടിയും കുറവായിരിക്കും. ഓക്കെ. ഷീപ്പിന്റെ ബ്ലീഡിംഗ് ടൈം കുറവാണ്. സൈസും കുറവല്ലേടെ. അപ്പം ഒത്തിരി ബ്ലഡ് ഇല്ലല്ലോ. അങ്ങനെ ആലോചിച്ചാൽ പോരെ. അപ്പോ ബ്ലീഡിംഗ് ടൈം ഓഫ് ആദ്യം പറഞ്ഞ എന്താണ്? പിഗ്. പിഗിന് എത്ര വേണം? 6 മിനിറ്റ്. എന്നാൽ നമ്മുടെ ഷീപ്പിന് 5 മിനിറ്റ് മതി. ഓക്കെ. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി ലെങ്ത് ഓഫ് ബ്ലീഡിംഗ് റെയിൽസ് ഫോർ ഷീപ്പ്. ഷീപ്പിന്റെ ബ്ലീഡിംഗ് റെയിൽസിന്റെ ലെങ്ത് 45 സെന്റിമീറ്റർ വേണം. എത്ര? 45. എന്നാൽ ലാർജ് അനിമൽസിന് 60 സെന്റിമീറ്റർ വേണ്ട. ഈ ഷീപ്പിനെ സംബന്ധിച്ച് എത്ര ലെറ്റർ ഉണ്ട്? എസ്, എച്ച്, ഇ, ഇ, പി. 1, 2, 3, 4, 5. 5 ലെറ്റർ ഉണ്ട്. അപ്പൊ 45 നിങ്ങൾ ആലോചിക്കണം. 4 കാലുള്ള ഷീപ്പ്, 5 ലെറ്റർ ഉള്ള ഷീപ്പ് എന്ന് പറയുന്ന ലെറ്റർ കിട്ടിയോ? അപ്പൊ 45 സെന്റിമീറ്റർ കിട്ടിയേ. ഇനി പറയുന്നത് ലാർജ് അനിമൽസ്. ലാർജ് അനിമൽസിന് എപ്പോഴും അതിനെക്കാട്ടിയും കൂടുതൽ വേണ്ടേ? അപ്പൊ 60 ആണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്നത് 6 മണി സമയത്ത് നിങ്ങളുടെ പിള്ളേര് കിടന്ന് കരയുമ്പോഴാണ്. ആ കരയുന്ന സമയമാണ് 60. കിട്ടിയോ? ഇത്രയും ക്ലിയർ ആണോ ആരതി? ആണ്. ഇനി പറയട്ടോ, കർക്കാസ് ഡ്രസ്സിംഗ്. അടുത്ത പറയുന്ന പോർഷൻ ആണ് കർക്കാസ് ഡ്രസ്സിംഗ്. കർക്കാസ് ഡ്രസ്സിംഗ് എന്ന് വെച്ചാൽ എന്താണ് അറിയോ? കർക്കാസ് ഡ്രസ്സിംഗ് എന്ന് വെച്ചാല് റിമൂവൽ ഓഫ് ഹൈഡ് ആൻഡ് സ്കിൻ. ഹൈഡ്, സ്കിന്ന്, ഹെഡ്, ഇത്രയും റിമൂവ് ചെയ്യണം. ഹൈഡിനെ റിമൂവ് ചെയ്യണം, സ്കിന്നിനെ റിമൂവ് ചെയ്യണം, അതുപോലെ ഹെഡിനെ റിമൂവ് ചെയ്യണം. ഇനി ഈ വിസറേഷൻ, സ്പ്ലിറ്റിങ്, ട്രിമ്മിങ്, ഫൈനൽ വാഷ്,
ഈ വിസറേഷൻ എന്ന് വെച്ചാൽ വിസറൽ ഓർഗൻസിനെ റിമൂവ് ചെയ്യണം. അതുപോലെ സ്പ്ലിറ്റ് ചെയ്യണം, കട്ട് ചെയ്യുന്നു, പിന്നെ ട്രിം ചെയ്യുന്നു. ട്രിമ്മിങ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ട്രിമ്മർ കണ്ടിട്ടില്ല? അതാണ് ട്രിമ്മിങ്. പിന്നെ ഫൈനൽ വാഷ്, കുറെ പേര് ചെയ്യാത്ത കാര്യം, വൃത്തിയായിട്ട് കഴുകത്തില്ല. അപ്പൊ ഫൈനൽ വാഷ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്താ? ഹാൻഡ് വാഷ് ബേസിൻസ്. ഹാൻഡ് വാഷ് ബേസിൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ സ്റ്റെറിലൈസേഴ്സ് ഉണ്ടായിരിക്കണം. ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ പറയുന്നത് ഫോർ പന്നി, ഫോർ പിഗ്സിന്റെ കേസ് എടുത്ത സെപ്പറേറ്റ് സ്വൈൻ സ്കാൾഡിങ് ടാങ്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ ഡീഹെയറിംഗ് എക്വിപ്മെന്റ് ഉണ്ടാവണം. കാരണം പന്നികളെ നമുക്ക് ചുമ്മാ കോഴികളുടെ വലിച്ചു കീറുന്ന പോലെ ഉരിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്, പിഗിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പിഗിന് വേണ്ടി സെപ്പറേറ്റ് സ്വൈൻ സ്കാൾഡിങ് ആയിട്ടുള്ള ടാങ്ക് ഉണ്ടായിരിക്കണം. അതുപോലെ ഡീഹെയറിംഗ് എക്വിപ്മെന്റും ഉണ്ടായിരിക്കണം. ഇനി ഡ്രസ്സിംഗ് ഓഫ് കർക്ക ഷുഡ് നോട്ട് ബി ഡൺ ഇൻ ദ ഫ്ലോർ. ഫ്ലോറിലായിരിക്കല് കർക്കാസിന്റെ ഡ്രസ്സിങ് ചെയ്യേണ്ടത്. കാരണം ചില ആൾക്കാർ പോയിട്ട് തറയിരുന്നിട്ട് ഇങ്ങനെ വലിച്ച് ഇറച്ചി അവിടെ തറയിലുള്ള വേസ്റ്റ് മൊത്തം മണ്ണും പൂത്ത് ഇന്ന ഒരു 1.5 കിലോ ഇറച്ചി എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ അങ്ങനെയല്ല, അത് നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി ഡീറ്റെയിൽഡ് മീറ്റ് റൂം. എന്താണ് ഡീറ്റെയിൽഡ് മീറ്റ് റൂം? ഡീറ്റെയിൽഡ് മീറ്റ് റൂം എന്ന് വെച്ചാൽ ഒരു ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ നടത്താൻ. ഒരു ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ നടത്താൻ അത് എവിടെയായിരിക്കണം? സ്ലോട്ടർ ഹൗസിന് നിയർ ആയിരിക്കണം. സ്ലോട്ടർ ഹൗസിന് അല്ലെങ്കിൽ സ്ലോട്ടർ ഹാൾ, അറവശാലയോട് നിയർ ആയിട്ട് വേണം ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടായിരിക്കേണ്ടത്, അല്ലെ ഡീറ്റെയിൽഡ് മീറ്റ് റൂം ഉണ്ടായിരിക്കേണ്ടത്. ക്ലിയർ ആണോ? ഇനി ഇഫ് ദ മീറ്റ് ഈസ് ഗുഡ്, മീറ്റ് നല്ല ഗുഡ് ആണെങ്കിൽ കീപ്പ് ഇൻ. എവിടെ വെക്കണം നമ്മള്? നല്ല ഇറച്ചി എപ്പോഴും പണ്ടേയുള്ള ശീലമാ. നല്ല ഇറച്ചി കണ്ടാ മലയാളികള് സൂക്ഷിച്ചു വെക്കും, ബാക്കിയുള്ളവന് കൊടുക്കില്ല. ചില്ലിങ് റൂമിൽ കൊണ്ട് വെക്കണം. എവിടെ വെക്കണം? ആരും ചില്ലായിട്ടിരിക്കുവാണോ? ചില്ലായിട്ടിരിക്കുവാണോ? അല്ല. അപ്പൊ ചില്ലിങ് റൂമിൽ കൊണ്ട് വെക്കണം. നല്ല ഇറച്ചി കിട്ടിയ ചില്ലിങ് റൂമിൽ കൊണ്ട് വെക്കണം. അതുപോലെ മീറ്റ് കൊള്ളത്തില്ല എന്ത് ചെയ്യണം? കണ്ടംഡ് റൂമിൽ കൊണ്ട് വെക്കണം. കണ്ടംഡ് റൂം. നല്ല ഇറച്ചിയാണെങ്കിൽ ചില്ലിങ്ങിൽ കൊണ്ടുവെക്കണം. അത് നിങ്ങൾ മറക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ചീത്ത ഇറച്ചിയാണെങ്കിൽ, ഇഫ് ദ മീറ്റ് ഈസ് നോട്ട് ഗുഡ്, കണ്ടംഡ് റൂമിൽ കൊണ്ടുവെക്കണം. അതെങ്ങനെ ഓർക്കൂന്നറിയോ? പന്ന ഇറച്ചിയാണെങ്കിൽ കണ്ടവന്റെ റൂമിൽ കൊണ്ട് വെക്കണം. അതല്ലേ നമ്മുടെ ശീലം. ഓക്കെ, ഇതിലും നല്ലൊരു കോഡ് ഇല്ല. മനസ്സിലായോ? അങ്ങനെ പന്ന ഇറച്ചിയാണെങ്കിൽ കണ്ടവന്റെ റൂമിൽ കൊണ്ട് വെക്കുക. ഇത്രയും ക്ലിയർ ആണോ പിള്ളേരെ ഞാൻ പറഞ്ഞത്? ക്വാളിറ്റി കൺട്രോൾ റൂം. അടുത്തത് ക്വാളിറ്റി കൺട്രോൾ റൂമാണ്. ക്വാളിറ്റി കൺട്രോൾ റൂമിന്റെ പ്രത്യേകത എന്താ? ഈ ക്വാളിറ്റി കൺട്രോൾ റൂമിലാണ് നമ്മൾ എക്സാമിൻ ചെയ്യുന്നത്. എന്തൊക്കെ? കർക്കാസും വിസറയും. വിസറ എന്ന് വെച്ചാൽ വിസറൽ ഓർഗൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സാമിൻ ചെയ്യുന്നത് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ റൂമിലാണ്. ഇനി ഫൈനൽ ഡിസിഷൻ നമ്മൾ ഒരു ഇറച്ചിയെ റിജക്ട് ചെയ്യുന്നത് ക്വാളിറ്റി കൺട്രോൾ റൂമിൽ വെച്ചാണ്. ഒരു ക്വസ്റ്റ്യൻ വരാം, which among the following statement is wrong about quality control room? It is the place where the decision about rejection of meat is done. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കറക്റ്റ് ആണ്. കാരണം ഫൈനൽ ഡിസിഷൻ നടക്കുന്നത് ക്വാളിറ്റി കൺട്രോൾ റൂമിൽ വെച്ചിട്ടാണ്. ഒരു ഇറച്ചിയെ റിജക്ട് ചെയ്യുന്നതും അക്സെപ്റ്റ് ചെയ്യുന്നതും ക്വാളിറ്റി കൺട്രോൾ റൂമിൽ വെച്ചിട്ടാണ്. അതുപോലെ ത്രൂ മൈക്രോബയോളജിക്കൽ ടെസ്റ്റിന്റെ സമയത്ത്, അല്ലെങ്കിൽ ട്രൈക്കോസ്കോപ്പി ടെസ്റ്റ്, ഈ 2 ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. മൈക്രോബയോളജിക്കൽ ടെസ്റ്റ് നടത്തുന്നുണ്ട്, ട്രൈക്കോസ്കോപ്പി ടെസ്റ്റ് നടത്തുന്നുണ്ട്. മനസ്സിലായോ? അതെങ്ങനെ കിട്ടും? നിങ്ങൾ എങ്ങനെയാ എഴുതുന്ന മീറ്റ് എന്ന്? MEAT ആണോ? ഇതിന്റെ അകത്ത് 2 ലെറ്റർ അങ്ങ് വായിച്ചാൽ എന്ത് കിട്ടും? മൈക്രോസ്കോപ്പിക് ടെസ്റ്റും കിട്ടും, ട്രിക്നോസ്കോപ്പിക് ടെസ്റ്റും കിട്ടും, ട്രൈക്കോസ്കോപ്പിക് ടെസ്റ്റും കിട്ടും. ട്രിക്നോ അല്ല, ട്രൈക്കോസ്കോപ്പിക് ടെസ്റ്റും കിട്ടും. അപ്പൊ കിട്ടിയോ? ഓക്കെ. ഇനി അടുത്ത പറയുന്നത് കർക്കാസ് വാഷിംഗ് ഏരിയ. കർക്കാസിനെ കഴുകേണ്ട ഏരിയ. കർക്കാസ് വാഷിംഗ് ഏരിയയിലെ സെപ്പറേറ്റ് ഡ്രെയിൻഡ് ഏരിയ ആണ്. അതുപോലെ വിത്ത് എ ജെറ്റ് ഓഫ് വാട്ടർ. വെള്ളം വേണ്ടേ? ജെറ്റ് പോലെ തെറിപ്പിച്ച്. എന്തിനാ ഈ ജെറ്റ് പോലത്തെ വെള്ളം? സാധാ വെള്ളം പോലെ.
എന്തിനാണ് സ്നേഹ ജെറ്റ് പോലത്തെ വെള്ളം? ഫ്ലോറിൽ ക്ലീൻ ആവാൻ. നല്ല പോലെ അടിച്ച് കഴുകിയാലേ ഈ ഇറച്ചിനകത്തുള്ള ഈ രക്തമൊക്കെ തെറിച്ചു പോണ്ടേ, അതിനാണ് ജെറ്റ് വാട്ടർ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ പിള്ളേരെ? ഇനി കോൾഡ് സ്റ്റോറേജ്. എന്താണ് കോൾഡ് സ്റ്റോറേജ്? കോൾഡ് സ്റ്റോറേജ് എന്ന് വെച്ചാൽ ചില്ലിംഗ് ടെമ്പറേച്ചർ. ഞാൻ എവിടെയെങ്കിലും ചില്ലിംഗ് പറഞ്ഞായിരുന്നോ ഇതിനു മുമ്പേ? ചില്ലിംഗ് റൂം പറഞ്ഞില്ലേ? അപ്പൊ ചില്ലിംഗ് ടെമ്പറേച്ചർ എത്രയാണ്? ചില്ലിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 7 ഡിഗ്രി സെൽഷ്യസ് ആണോ? 7 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചില്ലിംഗ് ടെമ്പറേച്ചർ 7 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത്രയും ക്ലിയർ ആണോ? ഇനി ഈ ചില്ലിംഗ് ടെമ്പറേച്ചർ കർക്കാസിന് 7 ഡിഗ്രി സെൽഷ്യസും ഓഫലിന് 4 ഡിഗ്രി സെൽഷ്യസുമാണ്. കർക്കാസിന് 7 ഡിഗ്രി എങ്ങനെ കിട്ടും? ചില്ലിംഗ് എന്ന് വെച്ചാല് നല്ല നല്ല എന്താ പറയാ, നല്ല നല്ല മൊരിഞ്ഞ ചില്ലി വെച്ചിട്ടുള്ള നമ്മുടെ വൈകുന്നേരം ചായക്കടയിൽ കിട്ടുന്ന 7 രൂപയുടെ കടിയാണ് ചില്ലി. എന്താണ് ആരതി കിട്ടുന്നത്? ചില്ലി മുളക് വട കിട്ടും. അതാണ് ചില്ലിംഗ് ടെമ്പറേച്ചർ. കർക്കാസിനെ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ പൊരിച്ചിട്ട് നമ്മൾ കഴിക്കും. 7 രൂപയാണ് കടിയുടെ വില. ഓക്കെ, അതാണ് 7 ഡിഗ്രി സെൽഷ്യസ്. എന്നാല് ഓഫൽ, ബാക്കി വരുന്ന വേസ്റ്റ് സാധനം, നാല് കാലുള്ള ആ ജീവിയുടെ വേസ്റ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. കിട്ടിയല്ലോ? അത്രയും ക്ലിയർ അല്ലേ? അപ്പൊ ചില്ലിംഗ് ടെമ്പറേച്ചറും കിട്ടി, നമ്മളുടെ കർക്കാസിന്റെ ചില്ലിംഗ് ടെമ്പറേച്ചറും കിട്ടി, ഓഫലിന്റെ ചില്ലിംഗ് ടെമ്പറേച്ചറും കിട്ടി. ഇമ്പോർട്ടന്റ് ആണ്, 7 ഡിഗ്രി സെൽഷ്യസും ഓഫലിന്റെ 4 ഡിഗ്രി സെൽഷ്യസുമാണ്. ഇനി അടുത്ത പറയുന്നത് കർക്കാസ് കീപ് ഇൻ ചില്ലിംഗ് റൂം. കർക്കാസ് ചില്ലിംഗ് റൂമിൽ വെക്കുവാണെങ്കിൽ 3 ദിവസത്തേക്ക് കർക്കാസിനെ ചില്ലിംഗ് റൂമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഏജിങ്. സാധാരണ വീട്ടില് കുട്ടികൾ ജനിച്ചു കഴിയുമ്പോ 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ആ കൊച്ചു എണീറ്റ് അമ്മ എനിക്ക് വയസ്സായി. അപ്പൊ അതാണ് ഏജിങ്. മനസ്സിലായോ? 3 വയസ്സാകുമ്പോഴാണ് പിള്ളേർ എണീറ്റിട്ട് എന്തോ വലിയ സംഭവമായി എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടില്ലേ, ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്ന. അതാണ് ഏജിങ്. നിങ്ങൾ പണ്ട് അങ്ങനെ വന്ന് നിന്നിട്ടുണ്ട്. അപ്പൊ ഏജിങ് എന്താന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത പറയുന്നത് ആഫ്റ്റർ കട്ടിങ് ദ ചില്ലിംഗ് ടെമ്പറേച്ചർ. ചില്ലിംഗ് ടെമ്പറേച്ചർ കട്ട് ചെയ്യുന്നുണ്ട് എവിടെയാണ്? -25 ഡിഗ്രി സെൽഷ്യസില് ഇൻ ബ്ലാസ്റ്റ് ഫ്രീസർ ആൻഡ് 80 ഡിഗ്രി സെൽഷ്യസ് ഇൻ ഹോൾഡിംഗ് ഫ്രീസർ. ബ്ലാസ്റ്റ് ഫ്രീസറിൽ -25ഉം എന്നാൽ ഹോൾഡിംഗ് ഫ്രീസറിൽ 18 ഡിഗ്രി സെൽഷ്യസുമാണ് നമ്മുടെ ടെമ്പറേച്ചറിനെ കട്ട് ചെയ്യുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അതായത് കട്ടിംഗ് ചില്ലിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ബ്ലാസ്റ്റ് ഫ്രീസറിന്റെ അകത്തും വരുന്നുണ്ട്, അതുപോലെ ഹോൾഡിംഗ് ഫ്രീസറും വരുന്നുണ്ട്. ഹോൾഡിംഗ് ഫ്രീസറും ബ്ലാസ്റ്റ് ഫ്രീസറും. ബ്ലാസ്റ്റ് ഫ്രീസറിൽ 25ആണ്. മനസ്സിലായോ? 25 ഡിഗ്രി -25 ഓർക്കണം. വെറും 25 അല്ല, -25ആണ് ബ്ലാസ്റ്റ് ചെയ്യുന്നത്, പൊട്ടിത്തെറിക്കുന്നത്. പൊട്ടിത്തെറിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെ മെല്ലെ ഷൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോ സാധനം ക്രാക്കേഴ്സ് ഒക്കെ പൊട്ടുന്ന, അതിനൊക്കെ 25 പീസൊക്കെ കാണത്തുള്ളൂ. ഇല്ലേ? നിങ്ങള് ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുക, ബ്ലാസ്റ്റ്. അപ്പൊ പടക്കം പൊട്ടിക്കുന്ന സമയത്ത് മത്താപ്പിന്റെ ബോക്സ് എടുത്തു കഴിഞ്ഞാൽ 25 പീസായിരിക്കും കാണുന്നത്. കമ്പിത്തിരി എടുത്താലും മതി, 25 പീസേ കാണത്തുള്ളൂ. അപ്പൊ 25 -25ആണ്, കാരണം കൈയൊക്കെ പൊള്ളില്ലേ, ഒരു മൈനസ് വന്ന് എന്റെ മുന്നേ. അപ്പൊ -25 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കിട്ടിയോ? അതാണ് ബ്ലാസ്റ്റ് ഫ്രീസർ. ഇനി പറയുന്നത് അടുത്തൊരു സംഭവമാണ്, അതാണ് ഹോൾഡിംഗ് ഫ്രീസർ. ഒരു സാധനത്തെ ചുമക്കാനായിട്ട് 8 പേര് വേണം. ഏതാന്ന് മനസ്സിലായോ? ഒടുവിലെ യാത്രയ്ക്കായിന്നും പ്രിയജനമേ നീ പോകുന്നു. 8 പേരിങ്ങനെ ചുമന്നിട്ട് പെട്ടി ചുമന്നാ പോകുന്നത് ലാസ്റ്റ്. അത് മനസ്സിലായോ? അതിനാണ് 18 ഡിഗ്രി സെൽഷ്യസ്. 18 ഡിഗ്രി സെൽഷ്യസ് ആണ് ഹോൾഡിംഗ് ഫ്രീസർ. ഫ്രീസർ എന്താന്ന് മനസ്സിലായില്ലേ? ശവപ്പെട്ടി ഇങ്ങനെ ചുമന്നു പോകത്തില്ലേ 8 പേര്? അതാണ് 18 ഡിഗ്രി സെൽഷ്യസ്. ഇത്രയും ക്ലിയർ ആണോ പിള്ളേരെ? ഇനി കട്ടിംഗ് ആൻഡ് ഡീബോണിങ്. കട്ടിംഗ് ഉണ്ട്, ഡീബോണിങ് ഉണ്ട്. കട്ടിംഗ് എന്ന് വെച്ചാല് ചില്ലിങ്ങിന് ശേഷം ഡീബോണിങ് എളുപ്പമായിരിക്കും.
ഡീബോൺ ചെയ്യാൻ എളുപ്പമായിരിക്കും, ബോൺസിനെ റിമൂവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. കട്ടിംഗ് റൂം ടെമ്പറേച്ചർ എത്രയാ? 10 to 12 degrees Celsius. സാധാരണ നിങ്ങൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാ? ഇറച്ചി കച്ച 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 കട്ട് ചെയ്യുമ്പോ 10 തൊട്ട് 12 പീസല്ലേ ആക്കുന്നത്? ആണോ? ആണ്. അല്ലെങ്കിൽ എങ്ങനെ കിട്ടും? 1 or 2 പീസ്. 1 or 2 എന്താ? 12. 10 to 12 കിട്ടിയോ? സീറോയിലല്ലേ എപ്പോഴും വാല്യൂ തുടങ്ങുന്നത്. അപ്പൊ 10 to 12 എന്ന് കിട്ടിയോ? 10 to 12 degrees Celsius ആണ് കട്ടിംഗ് റൂം ടെമ്പറേച്ചർ. അതുപോലെ അവിടെ വേണ്ട ലൈറ്റിന്റെ കാര്യം പറയുന്നുണ്ട്. ഈ ലൈറ്റ് പറഞ്ഞ എപ്പോഴും ലെക്സ് പറയും. ലെക്സ് ഓപ്പിന് എത്ര രൂപയാണ്? 22 രൂപയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ്. ലെക്സിന് 22 rupees ആണ്. അതാണ് 220 ലക്സ്. ലൈറ്റ് കിട്ടിയോ? 220 ലക്സ് ആണ്. ഓക്കെ. ഇനി പറയുന്നത് പാക്കേജിങ് ആൻഡ് ഡിസ്പാച്ച്. പാക്കേജ് നമ്മൾ വാങ്ങിക്കാൻ പോയി, അവര് പാക്കേജ് ചെയ്തു, നമ്മൾ വാങ്ങിച്ചിട്ട് പോവാൻ നിൽക്കുക. അപ്പോ അതിന് നിയർ ടു കട്ടിംഗ് ആൻഡ് ഡീബോണിങ് റൂം, അതെവിടെയാണ് വെക്കേണ്ട? ഡീബോണിങ് റൂമിന്റെയും കട്ടിംഗ് റൂമിന്റെ അടുത്തായിരിക്കണം ഈ പാക്കേജ് ചെയ്യുന്ന സ്ഥലം വരേണ്ടത്. അവിടുത്തെ കണ്ടീഷൻ -40 degrees Celsius ആണ്. എത്രയാണ്? -40 degrees Celsius. കാരണം എന്താണ്? 4 കാലുള്ള ജീവിയല്ലേ നിങ്ങൾ കട്ട് ചെയ്ത് വെച്ചത്? ചത്തില്ലേ? നമ്മൾ ചാവുമ്പോ നെഗറ്റീവ് എനർജി അല്ലേ ഉണ്ടാവുന്നത്. അപ്പൊ -40 degrees Celsius ആണോ? ആണ്. അപ്പൊ -40 degrees Celsius കിട്ടിയോ? കിട്ടി. ഇനി ഇത്രയും മതിയല്ലോ. ആ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ക്ലിയർ അല്ലേ? ഇനി പറയുന്ന പ്രീ സ്ലോട്ടർ കെയർ. പ്രീ സ്ലോട്ടർ കെയർ, നമ്മൾ കെയർ കൊടുക്കണം പ്രീ സ്ലോട്ടറിന്. എന്തൊക്കെ? ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ, യാത്രയിൽ വളരെ കെയർ കൊടുക്കണം. പിന്നെ പറയുന്നത് സെപ്പറേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ലൈഫ് സ്റ്റോക്സ്. എന്തിനു വേണ്ടിയാണ്? സെപ്പറേറ്റ് ആയിട്ട് മെയിലിനും ഫീമെയിലിനും ലൈഫ് സ്റ്റോക്ക് ഉണ്ടാക്കാൻ. ഇല്ലെങ്കിൽ നമ്മുടെ ഇറച്ചികളുടെ എണ്ണം കൂടും. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് ഫീമെയിൽ മെയിൽ ലൈഫ് സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ സെപ്പറേറ്റ് പിഗ്സ് ഫ്രം അതർ സ്പീഷ്യസ്. സെപ്പറേറ്റ് പിഗിനെ, അതായത് പിഗിനെ ബാക്കിയുള്ള സ്പീഷീസിൽ നിന്ന് സെപ്പറേറ്റ് ആക്കിയില്ലേ പിഗ് വന്നിട്ട് എല്ലാത്തിനും ഇങ്ങനെ ഒരു ഇടി ഇടിച്ചിട്ട് എല്ലാത്തിനും കളയും. മനസ്സിലായോ? ഒരു പാവ ആട്ടുകുട്ടി പിഗിന്റെ ലൈഫ് സ്റ്റോക്ക് ഓടിച്ച് ഇങ്ങനെ കളിച്ച് ആടി കളിക്കുമ്പോ പിഗ് വന്നിട്ട് ഒറ്റയടി നമ്മുടെ ആട്ടുകുട്ടി ചാടിപ്പോവും. അപ്പൊ മനസ്സിലായോ? അതാണ് പിഗിനെ സെപ്പറേറ്റ് ആയിട്ട് വെക്കണമെന്ന് പറയുന്നത്. ഇനി ഡു നോട്ട് ട്രാൻസ്പോർട്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രഗ്നന്റ് ആയിട്ടുള്ള, ഇഞ്ചേർഡ് ആയിട്ടുള്ള, ഇമാസിയേറ്റഡ് ആയിട്ടുള്ള അനിമൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത്. നിന്നാ പണി കിട്ടും. ഓക്കെ. ഇനി ഡു നോട്ട് മിക്സ് ഹോൺഡ് ആൻഡ് ഹോൺലെസ് അനിമൽസ്. മിക്സ് ചെയ്യല്. കൊമ്പുള്ളതിനെയും കൊമ്പില്ലാത്തതിനെ മിക്സ് ചെയ്യാനായിട്ട് നിങ്ങൾ നിൽക്കരുത്. ഇനി പറയുന്നത് വെഹിക്കിൾസ് ഫോർ പിഗ്സ് ഷുഡ് ഹാവ് റൂഫ്സ്. പിഗ്സിന്റെ വെഹിക്കിളിന് റൂഫ് ഉണ്ടായിരിക്കണം. എന്തിനാണ് പറയാമോ? എന്തുകൊണ്ടാണ് പിഗ്സിന്റെ റൂഫിന്, അല്ല പിഗ്സിന്റെ ട്രാൻസ്പോർട്ടേഷന്റെ വെഹിക്കിളിന് റൂഫ് ഉണ്ടാവണ്ടേ? പറയൂ സ്നേഹ. പോരട്ടെ? അത് ചാടിപ്പോകും. അത് ചാടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടല്ല. പന്നി എന്തൊരു നാറ്റമായ എന്റെ പൊന്നോ, അല്ലാതെ എന്റെ പന്നിയുടെ നാറ്റം സഹിക്കാൻ വയ്യ. ഇനി അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന നാട്ടുകാരും കൂടെ സഹിക്കണോ? അതുകൊണ്ടാണ് പിഗ്സിന് റൂഫ് വേണം. പിഗ്സിനെ കൊണ്ടുവന്ന വെഹിക്കിളിന് റൂഫ് ഉണ്ട്. പിന്നെ അവോയ്ഡ് ഹെവി ഫീഡിങ് ജസ്റ്റ് ബിഫോർ ട്രാൻസ്പോർട്ടേഷൻ. അതിന്റെ അർത്ഥം മനസ്സിലായോ? ഹെവി ആയിട്ട് അടിച്ച് ഫുഡൊക്കെ അടിച്ച് ബിരിയാണിയൊക്കെ അടിച്ച് പിഗ് സ്പ്ലാഷ് ആക്കിയിട്ടായിരിക്കും പോണത്. വണ്ടി മൊത്തം നശിക്കും. അതുകൊണ്ടാണ് ഹെവി ആയിട്ട് ഫീഡ് ചെയ്യല് എന്ന് പറയുന്നത്. അത്രയാണ് പ്രീ സ്ലോട്ടർ ആയിട്ട് കെയർ ചെയ്യേണ്ട. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷന്റെ സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പ്രഗ്നന്റ് ആയിട്ടുള്ള, ഇമാസിയേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇഞ്ചേർഡ് ആയിട്ടുള്ള അനിമൽസിനെ ദയവ് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യല്ലേ. ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഒരിടത്തും പറയുന്നില്ല. അത് ഇമ്പോർട്ടന്റ് പോയിന്റ്. പിന്നെ പറയുന്നത് ഹോൺഡ് അനിമൽസിനെ നോൺ ഹോൺഡ് അനിമൽസുമായിട്ട് മിക്സ് ചെയ്യല്ലേ. പിന്നെ പന്നികളെ പ്രത്യേകിച്ച് മാറ്റി സെപ്പറേറ്റ് ആയിട്ട് വേണം അതിനെ കൊണ്ടുവരാൻ. പന്നീന്റെ കൂടെ ഒരു കൊച്ചു ആട്ടിൻകുട്ടി എടുത്ത് ആട്ടിൻകുട്ടി ഇവിടെ വരുമ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തേണ്ട അവസ്ഥ വരും. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? അത്രയും ക്ലിയർ ആണ്. ഇനി ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ
സെപ്പറേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ലൈഫ് സ്റ്റോക്ക് പറഞ്ഞ കാര്യമാണ്. സെപ്പറേറ്റ് നേരത്തെ പിക്സ് ഫ്രം അതർ സ്പീഷീസ് പറഞ്ഞതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒന്നും കൂടെ പറയുന്നേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ട്രാൻസ്പോർട്ടേഷൻ ഓൺ ഫുഡ്. ട്രാൻസ്പോർട്ട് ഓൺ ഫുഡ്, ഫുഡിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഈ സ്ലോട്ടർ ഹൗസ് ഈസ് വിത്തിൻ 8 to 10 കിലോമീറ്റർ. കണ്ടീഷൻ പറഞ്ഞു, സ്ലോട്ടർ ഹൗസ് 8 തൊട്ട് 10 കിലോമീറ്റർ ചുറ്റളവിലാണെങ്കിൽ നിങ്ങൾക്ക് ഫൂട്ടിൽ ട്രാൻസ്പോർട്ട് ചെയ്യാം. എന്താ ഫൂട്ടിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? നടത്തിക്കൊണ്ട്. പാവം കാള ഇങ്ങനെ നടക്കും. കാള എത്ര കാലിലാണ് നടക്കുന്നത് സ്നേഹ? 10 കാലിലാണോ? 4 കാലിലാണ് നടക്കുന്നത്. അപ്പൊ 4 മൊത്തത്തിൽ എത്ര കാളയുണ്ട്? സ്നേഹം നടക്കുന്നുണ്ട്. അപ്പൊ 4 കാള, പിന്നെ 4 കാള. അപ്പൊ മനസ്സിലായോ? മൊത്തത്തിൽ 8 കാള. 8 to 10 കിലോമീറ്റർ ആണ് പറയുന്നത്. അപ്പുറത്ത് 2 കാലൂടെ ഉണ്ട്. അപ്പൊ രണ്ടും കൂടെ ചേർത്ത് 8 to 10 കിലോമീറ്റർ അളവിലെ കാളയെ നമ്മൾ നടത്തി കൊണ്ടുപോകാൻ പാടുള്ളൂ. ഇനി പറയുന്നത് കാറ്റിൽ, ഗോട്ട്, ഷീപ്പ്. ഈ 3 സാധനങ്ങളെ നമുക്ക് 30 കിലോമീറ്റർ പെർ ഡേ നടത്താം. കാറ്റില്, ഗോട്ട്, ഷീപ്പ്. മറക്കല്ലേ, കാറ്റില്, ഗോട്ട്, ഷീപ്പ്. അതിൻ്റെ അകത്ത് പന്നി വരുന്നില്ല. പന്നിയെ നിങ്ങൾ എന്തുകൊണ്ട് 30 കിലോമീറ്റർ പെർ ഡേ നടത്തുന്നില്ല? പറയാമോ? സ്നേഹിക്ക് പറയാമോ അതിന്റെ മറുപടി? പന്നി എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ നടത്തുന്നില്ല? പറയൂ. പന്നി ആക്റ്റീവ് അല്ല. പന്നി എന്ന് വെച്ചാൽ വികൃതി കൂട്ടാൻ. വികൃതി കൂട്ടാൻ നമ്മളെ ഇറക്കി വിട്ടാൽ ചടപട ഓടി രക്ഷപ്പെടും. ഓക്കെ, അതുകൊണ്ടാണ് പന്നി വരാത്തത്. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. 30 കിലോമീറ്റർ പെർ ഡേ ആണ് നടത്തുന്നത്. പന്നി വരത്തില്ല. കാറ്റില് വരും, ഗോട്ട് വരും, ഷീപ്പ് വരും. ഓക്കെ, ഇനി പറയുന്നത് മാക്സിമം 8 മണിക്കൂറേ നമ്മൾ നടത്താവൂ. ഞാൻ പറഞ്ഞല്ലോ, 4 കാലുള്ള പന്നിയല്ല, 4 കാലുള്ള നമ്മുടെ പോത്തും 4 കാലുള്ള നിങ്ങളും ഒരുമിച്ച് നടക്കുവാണ്. 8 മണിക്കൂറിൽ കൂടുതൽ നടത്തരുത് ഒരു ദിവസം, കേട്ടോ? അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ബഫലോസിന് ഞാൻ എത്രയാ പറഞ്ഞ? 30 കിലോമീറ്റർ പെർ ഡേ അല്ല. ബഫലോസിന് കുറവാണ്, ക്ഷീണാണ് ബഫലോസ്. സോ 25 കിലോമീറ്റർ നടത്താവൂ. 25 കിലോമീറ്റർ പെർ ഡേയും. എന്നാൽ ബഫലോസിന് സെയിം മാക്സിമം നമ്മൾ 8 മണിക്കൂർ തന്നെ നടത്തുന്നുണ്ടെന്നുള്ളത്. പക്ഷെ ഒരു 5 കിലോമീറ്റർ നമ്മളൊന്ന് ഇളവ് ചെയ്തു ബഫലോസിന്. അപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായിട്ടും വരുന്നതെന്ന് പറയുന്നത് ബഫലോസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബഫലോസിനെ ഒരു ദിവസം എത്ര കിലോമീറ്റർ നടത്താം എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോ, ബഫലോസിന് 25 കിലോമീറ്റർ പെർ ഡേ എന്ന് തന്നെ എഴുതണം. ഒരിക്കലും 30 കിലോമീറ്റർ എഴുതരുത്. 30 കിലോമീറ്റർ ആണ് ട്രിക്കിംഗ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? അതെങ്ങനെ കിട്ടൂന്ന് വെച്ചാൽ പറഞ്ഞു തരട്ടോ? വേണ്ടേ? അതായത് ആദ്യം പറഞ്ഞ കാറ്റിൽ നോക്കിക്കോ, എന്റെ കൈ നോക്കിക്കോ. കാറ്റിൽ. രണ്ടാമത് പറഞ്ഞ എന്താ? ഷീപ്പ്. മൂന്നാമത് പറഞ്ഞത് ഗോട്ട്. യെസ്, 3 ഉള്ളൂ. 30 കിലോമീറ്റർ കിട്ടിയോ? മറ്റേ ബഫല്ലോ വരുമ്പോ ഒരെണ്ണേ ഉള്ളൂ, 25 കിലോമീറ്റർ. അതുപോലെ ഇതിന്റെ സമയം 8 ഹവർ പെർ ഡേ. ആ 8 എങ്ങനെ കിട്ടി? നമ്മൾ 4 കാലികൾ, ഞാനും 4 കാലികളും. എന്റെ കയ്യിൽ 4 കാൽ, അവരുടെ കയ്യിലും 4 കാൽ. അങ്ങനെ നമ്മൾ ഒരുമിച്ച് നടന്നു പോണു. ഒരു ദിവസം 8 അവർ പെർ ഡേ ആണ് രണ്ടിന്റെ ടൈം പീരീഡ്. ഇത്രയും ക്ലിയർ ആണോ പിള്ളേരെ ഞാൻ പറഞ്ഞത്? ആണോ? മണിക്കൂറിൽ എത്ര കിലോമീറ്റർ നടത്തിക്കാന്നുള്ളതുണ്ട്. മണിക്കൂറിൽ എത്ര കിലോമീറ്റർ നടത്തുന്നതെന്നാ ഞാൻ പറഞ്ഞത്, മറന്നു പോയോ? 8 കാൽ. അത് ഡേയില് 8 അവർ പെർ ഡേയും അതിന്റെ അപ്പുറം ഇല്ലേ 4 കിലോമീറ്റർ പെർ ഹവറും 3 കിലോമീറ്റർ പെർ. ഓക്കെ, അത് പറയാം. 4 കിലോമീറ്റർ പെർ ഹവർ ഉണ്ട്. അതുപോലെ ബഫലോസിന് 3 കിലോമീറ്റർ നടത്താവും. പ്രശ്നം തീർന്നോ? ബഫലോസിന്റെ കേസ് എടുത്താൽ ക്ഷീണിച്ചിരിക്കുന്ന സാധനമാണ് ബഫല്ലോ. ഓക്കെ, അതിന് 3 കാലും, 3 കാലല്ല 3 ഹവർ പെർ ഡേയും. അതുപോലെ മറ്റേ അതിനെന്താ പറയുന്നത്? 3 അവർ പെർ ഡേ അല്ല, 3 കിലോമീറ്റർ പെർ അവറും. മറ്റേ ബഫല്ലോ അല്ലാത്ത കാറ്റില്, ഗോട്ട്, ഷീപ്പിന് 4 കിലോമീറ്റർ പെർ ഹവറുമാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി ബാക്കി പറയുന്നത് എല്ലാ 2 മണിക്കൂറിലും ഇതിന് വെള്ളം കൊടുക്കണം.
എന്താ ചെയ്യേണ്ടത്? എല്ലാ 2 മണിക്കൂറിലും ഇവർക്ക് വെള്ളം കൊടുക്കണം. ആ നിങ്ങൾക്ക് ഈ ഇത് അത്രയ്ക്ക് ഗ്രഹിക്കില്ല. കാരണം 2ന് പോവാന്ന് വെച്ചാല് വെള്ളം കുടിച്ചാല് 2നല്ല 1നാ പോണത്. എന്നാലും നിങ്ങൾ 2 ഓർക്കണം. മനസ്സിലായോ? വെള്ളം കുടിക്കാൻ വേണ്ടിയല്ലേ പോണത്. അപ്പൊ എല്ലാ 2 മണിക്കൂർ കൂടുമ്പോഴും വെള്ളം കൊടുക്കണം. പിന്നെ എല്ലാ 4 മണിക്കൂർ കൂടുമ്പോഴും ഫുഡ് കൊടുക്കണം, തീറ്റിക്കണം, ഫീഡ്. മനസ്സിലായോ? അപ്പൊ എല്ലാ 2 മണിക്കൂർ കൂടുമ്പോൾ വെള്ളം കൊടുക്കണം, എല്ലാ 4 മണിക്കൂർ കൂടുമ്പോൾ അതിനെ ഫീഡ് ചെയ്യണം. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഇനി അടുത്ത പറയുന്നത് ട്രാൻസ്പോർട്ട് ബൈ റോഡ്. റോഡ് വഴി എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാം? റോഡ് വഴി ഫസ്റ്റ് പറയുന്നത് ഡിസ്റ്റൻസ് അപ് ടു 500 കിലോമീറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ 12 തൊട്ട് 15 മണിക്കൂർ ജേർണി ആണെങ്കിൽ നിങ്ങൾക്ക് റോഡ് വഴി ട്രാൻസ്പോർട്ട് ചെയ്യാം. അല്ല 500 മേലൊക്കെ വന്നു കഴിഞ്ഞാൽ റെയിൽ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യണം. റെയിൽ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യണം. റെയിൽ ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ എന്താണ്? തീവണ്ടി യാത്ര. തീവണ്ടി യാത്ര ഉപയോഗിക്കണം. നമ്മുടെ കാളയൊക്കെ ഇങ്ങനെ സെറ്റ് ആയിട്ട് ഇങ്ങനെ കുലുക്കി 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 പോകും. ഓക്കെ, മനസ്സിലായല്ലോ? അതാണ് റെയിൽ ട്രാൻസ്പോർട്ട്. ഇനി പറയുന്നത് എയർ ട്രാൻസ്പോർട്ട്. ഈ എയർ ട്രാൻസ്പോർട്ട് ഫ്ലൈറ്റിലൊക്കെ പോവുകയാണ് നമ്മുടെ മൃഗം. അത് സാധാ മൃഗമല്ല, പ്രഷ്യസ് അനിമൽസ്. നോ അതർ ഗുഡ്സ് കർക്കാസ് എക്സെട്ര വിത്ത് അനിമൽസ്. അനിമൽസിനൊപ്പം കർക്കാസ് പറ്റില്ല. അതുപോലെ ഈ പറയുന്ന വേറെ ഒരു സാധനം കൊണ്ടുപോകാൻ ഫ്ലൈറ്റ് സമ്മതിക്കില്ല. ഓക്കെ, പ്രഷ്യസ് ആയിട്ടുള്ള അനിമൽസിനെ കൊണ്ടുപോകത്തുള്ളൂ. ഓക്കെ, ദൈവം സഹായിച്ച് ഞാൻ ഇതുവരെ അങ്ങനത്തെ പ്രഷ്യസ് മീറ്റ് ഒന്നും കഴിച്ചിട്ടില്ല. പ്രഷ്യസ് മീറ്റ് ഒക്കെ കഴിച്ച് ഞാൻ ചത്തുപോയിരുന്നെങ്കിൽ ഇവിടെ കാണത്തില്ല. ഓക്കെ, അപ്പൊ റെയിൽ ട്രാൻസ്പോർട്ട് ഉണ്ടെന്ന് ഓർക്കുക. 500 കിലോമീറ്റർ മേലാണ്, അല്ലെ 500 കിലോമീറ്റർ വന്നാലാണ്. ഇല്ലെങ്കിൽ റോഡ് ട്രാൻസ്പോർട്ട് ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അത്രയും ക്ലിയർ ആണ്. ഇനി റെസ്റ്റ്, നമ്മൾ റെസ്റ്റ് കൊടുക്കണം. നമ്മള് കാഫ്സ് ലാംസ്, കുഞ്ഞാൾക്കാര്, കാഫ് ലാമ്പ്. ഒരു അമ്മ പ്രസവിക്കുന്നത് 9 മാസം ആകുമ്പോഴല്ലേ? ഇവിടെ കണ്ടോ, 9 മണിക്കൂർ ട്രാവൽ ചെയ്താ അവർക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യണം. കാഫും ലാമ്പും കിട്ടിയോ? കാഫും ലാമ്പും 9 മണിക്കൂർ യാത്ര ചെയ്താ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യണം. എന്നാ കാറ്റില്, ഷീപ്പ്, ഗോട്ട് ഇവരെന്ന് വെച്ചാല് 14 മണിക്കൂർ. കാറ്റിൽ, ഷീപ്പ്, ഗോട്ട് 14 മണിക്കൂറാണ്. കാരണം ഇത് മൂന്നും 4 കാലുള്ള ജീവികളാണ്. അങ്ങനെ ഓർക്കണം. മറ്റേതിന് 4 കാലില്ലെന്നല്ല. കാറ്റിലിനും ഷീപ്പിനും ഗോട്ടിനും ശരിക്കും 4 കാല് നല്ല വിടർത്തി നിൽക്കുന്ന ജീവികളാണ്. അപ്പോ അതിനെ സംബന്ധിച്ച് 14 ഓർക്കണം. 14 മണിക്കൂർ നമ്മൾ നടത്തിക്കൊണ്ട് പോയാൽ അവർക്ക് റെസ്റ്റ് കൊടുക്കണം. അല്ലെങ്കിൽ 14 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് റെസ്റ്റ് കൊടുക്കണം. എന്നാ പിക്സിനെ നമ്മൾ ഒരു ദിവസം 24 മണിക്കൂർ ട്രാൻസ്പോർട്ട് ചെയ്താലും അവർക്കൊരു ചെറിയ സ്ട്രെച്ച് കൊടുത്താൽ മതി. അതാണ് പന്നിയുടെ പവർ. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മളെ വീട്ടിൽ വിളിക്കുന്നത് പിഗിന്റെ മക്കളെ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ്. ഒരു കൂസലും ഇല്ല, എങ്ങനെ കൊണ്ടുപോയാലും ഒരു കുഴപ്പമില്ല. മനസ്സിലായോ? പിക്സിന് 24 മണിക്കൂറിൽ ഒറ്റ സ്ട്രെച്ചിൽ കൊണ്ടുപോയാലും ഒരു പ്രശ്നമില്ല. ഇനി ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഹെൽത്ത്. സ്ട്രെസ് കോസ് ചെയ്യുന്ന കാര്യം DFT ബീഫ്, ഡാർക്ക് ഫേം ഡ്രൈ ബീഫ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ വരും? ഡാർക്ക് ഫേം ഡ്രൈ ബീഫ് കിട്ടും. നമ്മൾ റെസ്റ്റ് കൊടുക്കാതെ ഇതിനെ കൊണ്ടുപോയാൽ സ്ട്രെസ് വരും ബീഫിന്. ബീഫിന് വരുന്ന സ്ട്രെസ് ആണ് ഡാർക്ക് ഫേം ഡ്രൈ ബീഫ്. അതുപോലെ തന്നെ PSC പോർക്ക്. പന്നികള് PSC നമ്മളെ പറയുന്നുണ്ട. അത് PSC അല്ല, PSE ആണ്. നമ്മളെ വിളിച്ചല്ല കേട്ടോ. അപ്പൊ PSC പോർക്ക്, പെയിൽ, സോഫ്റ്റ്, എക്സുഡേറ്റീവ്. നമ്മളെ കുറിച്ചാ പറഞ്ഞ. പെയിൽ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, എക്സുഡേറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ, എന്റെ PSC കുട്ടികൾ. PSC, പെയിൽ, എക്സുഡേറ്റീവ്, സോഫ്റ്റ്. കിട്ടിയല്ലോ? പെയിൽ, സോഫ്റ്റ്, എക്സുഡേറ്റീവ്. ആദ്യം പറഞ്ഞ എന്താ? ഡാർക്ക് ഫേം ഡ്രൈ ബീഫ്. ഡ്രൈ ബീഫ് ഞാൻ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കടയിൽ കിട്ടും ഡ്രൈ ബീഫ്. ഡാർക്ക് ബീഫും കിട്ടും. ഫേം കിട്ടൂല, പക്ഷെ ഡാർക്ക് ഫേം ഡ്രൈ ബീഫ്, DFD ബീഫ്.
ഓക്കെ. ഇനി അടുത്തതെന്ന് പറയുന്നത് PSE പോർക്ക്. അത് PSC കിട്ടും, നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ വിളിക്കുന്ന പേരാണ് അത്. അതുകൊണ്ട് മറക്കണ്ട, PSC പോർക്ക്. ഇതെല്ലാം സ്ട്രെസ് വരുമ്പോഴാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ എടുക്കുന്നത് എന്താണ്? സ്ട്രെസ് ആണ്. കറക്റ്റ് ആയിട്ട് മാച്ച് ആവുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത, ഡ്യൂ ടു ഷോർട്ട് ടേം പ്രീ സ്ലോട്ടർ സ്ട്രെസ് ആൻഡ് റാപ്പിഡ് ഡിക്ലൈൻ ഓഫ് മസിൽ PH. DFD വരാനുള്ള കാരണം ഡ്യൂ ടു ഷോർട്ട് ടേം പ്രീ സ്ലോട്ടർ. ഷോർട്ട് ടേം പ്രീ സ്ലോട്ടർ എന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വെ അറവ ചെയ്യാത്തത് മൂലം, അല്ലെങ്കിൽ സ്ട്രെസ് ആൻഡ് റാപ്പിഡ് ഡിക്ലൈൻ ഓഫ് മസിൽ PH. മസിൽ PHന് റാപ്പിഡ് ആയിട്ടുള്ള ഡിക്ലൈൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ DFD ബീഫില് എന്ത് പറ്റും? PH കൂടും, ബീഫിന്റെ PH കൂടും. അതുപോലെ തന്നെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയും കൂടുതലായിരിക്കും. PH കൂടും, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയും കൂടും. പക്ഷേ പിഗിന്റെ കേസ് എടുത്ത് നോക്ക്, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറയും. അതുകൊണ്ടല്ലേ നമ്മള് പോത്തിന്റെ മോനെന്ന് എടുത്തു വിളിക്കുന്നത്. അല്ല, പന്നി പിന്നെ വരുന്നുള്ളൂ. പോത്തിനാണ് കുറച്ചും കൂടെ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ള. ഒരു കൂസലും ഇല്ല, എത്ര പറഞ്ഞാലും കൂസലില്ല. അതാണ് പോത്തിന്റെ മക്കളെ എന്നൊക്കെ വിളിക്കുന്നത്. അതുകൊണ്ടാണ്, കാരണം അവിടെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുതലാണ്. കണ്ടിട്ടില്ലേ നിങ്ങള്? ബറോട്ട കഴിക്കുന്നു, ബീഫും കൂട്ടി അങ്ങോട്ട് കഴിച്ചിട്ട് നിങ്ങൾ വെള്ളം എത്ര കുടിക്കാൻ പറ്റുമോ അത്ര കുടിക്കും. ഇല്ലെങ്കിൽ നിങ്ങള് മുസ്ലിംസിന്റെ കല്യാണത്തിന് ബീഫ് ബിരിയാണി വരട്ടെ, പ്ലേറ്റ് വരട്ടെ, മട്ടനും കൂടെ ഉണ്ടെങ്കിൽ അതും പോട്ടെ, എല്ലാം കഴിച്ചിട്ട് ഉമ്മ വെള്ളം ദാഹിക്കുന്നേ, എവിടെയെങ്കിലും ഒന്ന് ചവിട്ട്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയും കൂടും, PHും കൂടും. മനസ്സിലായോ? PHും വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയും ബീഫിന് കൂടുതലാണ്. പക്ഷെ പന്നിയുടെ കേസിൽ കുറവാണ്. കാരണം പന്നിക്ക് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ലോ ആണ്. അത് മറക്കരുത്. മനസ്സിലായോ? അത് ഇമ്പോർട്ടന്റ് ചോദ്യം ആണ്. PSCക്കും DFDനെയും കണ്ടീഷൻ തന്നിട്ട് ചോദിക്കും. ഓക്കെ. PSC എന്താണ്? പെയിൽ, സോഫ്റ്റ്, എക്സുഡേറ്റീവ്. ക്ലിയർ ആണോ? ഇനി അതേഴ്സ്. ഇനി മൂന്നാമത് ടു ടോണിംഗ് എന്ന് പറയുന്നുണ്ട്. ടു ടോണിംഗ് എന്ന് പറയുന്ന സംഭവം വരുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷനും ഹെൽത്തും ബന്ധപ്പെട്ട് ടു ടോണിംഗ്, 2 ടോണിംഗ് സംഭവങ്ങൾ പറയുന്നുണ്ട്. ഇനി ബാക്കി വരുന്നത് എന്ന് പറയുന്നത്, ഒന്ന് ബ്രൂയിസിങ്, ഇഞ്ചുറീസ്, ഫ്രാക്ചർ. 3 ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുമ്പോൾ ബ്രൂയിസ് വരും, ഇഞ്ചുറീസ് വരും, ഫ്രാക്ചർ വരും. അതുപോലെ ഹേർട്ട് സ്ട്രോക്ക് വരാം. പന്നിക്ക് പെട്ടെന്ന് നിങ്ങളെ കണ്ടപ്പോഴേ പന്നിക്ക് ഒന്നും വന്ന് മരിച്ചു. അപ്പോ ഹാർട്ട് സ്ട്രോക്ക് വരും. അതുപോലെ ഫെയിലർ വരും. കൂടുതൽ പന്നിക്കാ വരുന്നത്, കണ്ടില്ലേ? പന്നീരെ മക്കൾക്കാ വരുന്നത് ഏറ്റവും കൂടുതൽ. ഇത് നിലവില് അടുത്ത സൺബേൺ. നിങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ പുറത്തിറങ്ങുമ്പോ എന്തൊക്കെ വാരി തേക്കുക അതെല്ലാം വാരി തേച്ചിട്ടേ ഇറങ്ങാം കേട്ടോ, എന്നാലേ സൺബേൺ വരും. ഓക്കെ, അപ്പൊ സൺബേൺ കിട്ടി. ഇനി ഷ്രിങ്കേജ്, ലോസ് ഓഫ് വെയിറ്റ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് വെയിറ്റ് കുറയ്ക്കൂ, വണ്ണം കുറയ്ക്കൂ. അതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ആൾക്കാർക്ക് വേണ്ടത്. അപ്പൊ ലോസ് ഓഫ് വെയിറ്റും കിട്ടി. പിന്നെ മോർട്ടാലിറ്റി, അവസാനം നിങ്ങളുടെ അന്ത്യമായി, യു ആർ ഡെഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കിട്ടിയോ? അതേഴ്സ് എന്ന് പറയുന്നത് വളരെ സൂപ്പർ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം നിങ്ങളെടുത്ത് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ഇഞ്ചറീസ് വരും, ബ്രൂയിസീസ് വരും, അതുപോലെ ഫ്രാക്ചർ വരും. പിന്നെ പറഞ്ഞത് ഹാർട്ട് സ്ട്രോക്ക് വരും, അല്ലെങ്കിൽ ഫെയിലിയർ വരും. കൂടുതലും പന്നികൾക്കാണ് വരുന്നത്. പിന്നെ പറയുന്നത് സൺബേൺ വരും. പിന്നെ ഷ്രിങ്കേജ് അഥവാ ലോസ് ഓഫ് വെയിറ്റ് വരും. പിന്നെ മോർട്ടാലിറ്റി വരും. ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ വരുന്നത്. അത് ട്രാൻസ്പോർട്ടേഷനും ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. മീറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമ്മൾ അനിമൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ടത് PSCയും DFDയും. DFD എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഫേം ഡ്രൈ ബീഫ്. അതുപോലെ PSC എന്ന് പറഞ്ഞാല് പെയിൽ, സോഫ്റ്റ്, എക്സുഡേറ്റീവ്, പന്നി, പോർക്ക്. ഓക്കെ, അത് തെറ്റിപ്പോലെ. പന്നി, പെയിൽ, ഡാർക്ക്, എക്സുഡേറ്റീവ്, ബീഫ് എന്ന് ചോദ്യം വരും. അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചോദിക്കും. പെയിൽ, ഡാർക്ക്, എക്സുഡേറ്റീവ് ട്രാൻസ്പോർട്ടേഷന്റെ സമയത്ത് ഇങ്ങനെ വരുന്നത് വിച്ച് അമംഗ് ദ ഫോളോയിങ് അനിമൽ? ഒന്ന് കോഴി, പിന്നെ താറാവ്, പിന്നെ പന്നി, പിന്നെ കാറ്റിൽ. ഇങ്ങനെ തന്നെ വരും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ആരും തെറ്റിക്കരുത്. ഓക്കെ, ഇനി അടുത്തത് ഇൻഫെക്ഷൻ ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ. എന്തൊക്കെ ഇൻഫെക്ഷൻസ് വരും? ട്രാൻസിറ്റ് ഫീവർ വരും.
ട്രാൻസിറ്റ് ഫീവർ ഓർ ഷിപ്പിംഗ് ഫീവർ. ട്രാൻസിറ്റ് ഫീവർ അല്ലെങ്കിൽ ഷിപ്പിംഗ് ഫീവർ വരും. എങ്ങനെ കിട്ടും? ട്രാൻസിറ്റ് എന്ന് പറയുന്ന വാക്ക് സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. നമ്മൾ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആലോചിക്കുക, നമ്മൾ പിഗ് കൂട്ടാൻ ഇങ്ങനെ ഇരിക്കും. സിറ്റ്, ട്രാൻസിറ്റ് ഫീവർ അല്ലെങ്കിൽ 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 എന്താ ട്രാൻസ്പോർട്ടേഷൻ ഫീവർ അല്ലെങ്കിൽ ഷിപ്പിംഗ് ഫീവർ വരും. ഇനി അടുത്തത് പാരാ ഇൻഫ്ലുവൻസ വൈറസ്. പാരാ ഇൻഫ്ലുവൻസ വൈറസ് വരും. അതെങ്ങനെ കിട്ടും? പാരാ ഇൻഫ്ലുവൻസ വൈറസ് സിമ്പിൾ ആണ്. ഒരാൾ ഒരു ബിസിനസ്സിൽ ക്ലച്ച് പിടിക്കുന്ന കാണുമ്പോൾ ബാക്കി പാരകൾ വരും. അതാണ് പാരാ ഇൻഫ്ലുവൻസ വൈറസ്. ഓക്കെ. ഇനി പറയുന്ന പാസ്റ്റുറല്ല മൾട്ടോസിഡ. പാസ്റ്റുറല്ല മൾട്ടോസിഡ എന്ന് പറയുന്നുണ്ട്. എന്താണ് പാസ്റ്റുറല്ല മൾട്ടോസിഡ അല്ലെങ്കിൽ പാസ്റ്റുറല്ല ഹീമോലിറ്റിക്ക? ഈ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പാസ്റ്റുറല്ല മൾട്ടോസിഡ. നിങ്ങള് പള്ളിയിൽ അച്ഛന്മാരെ കണ്ടിട്ടില്ലേ? അവര് പാസ്റ്റർ എന്നല്ലേ വിളിക്കുന്നത്. പാസ്റ്റർ അവിടെ ഇല്ലെങ്കിൽ എന്താ പറയും? പാസ്റ്റർ ഇല്ല, പാസ്റ്റർ ഇല്ല. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? മൾട്ടോസിഡ. മൾട്ടോസിഡ എന്ന് വെച്ചാല് മൾട്ട് എന്ന് വെച്ചാൽ ഒരുപാട്, എന്തോ സാധനം മാൾട്ടോസിഡ എന്ന് അവര് കുടിക്കുന്ന ഒരു സാധനമാണ് മൾട്ടോസിഡ. മാൾട്ടോസ് മറ്റേത് അറിയില്ലേ നിങ്ങള്? മാൾട്ടോസ് എന്ന് പറയുന്നത് നമ്മളെ ഹെൽത്ത് ഡ്രിങ്ക് അങ്ങനെ കുടിക്കുന്ന ഒരു സാധനമായിട്ട് ഓർത്താൽ മതി. അപ്പോ പാസ്റ്റുറല്ല മൾട്ടോസിഡ. പിന്നെ പറഞ്ഞേക്കുന്നത് പാസ്റ്ററല്ല ഹീമോലിറ്റിക്ക. ഹീമോലിറ്റിക്ക എന്ന് വെച്ചാൽ ഈ പാസ്റ്റർമാര് നിങ്ങൾ നോക്കിയാൽ മതി, നമ്മളിങ്ങനെ പള്ളിയിൽ നമ്മളെ രക്തം പോലെ ഒരു സാധനം, ഈശോയുടെ രക്തം, തിരുരക്തം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്ന ആ രക്തത്തിന്റെ ആ ഒരു രക്തം ഓർത്ത ഹീമോലൈറ്റിക്ക കിട്ടും. ഹീം എന്ന് വെച്ചാൽ ബ്ലഡ് എന്നാണ്. ഓക്കെ. ഹീമോലൈറ്റിക്ക. പാസ്റ്റുറല്ല ഹീമോലൈറ്റിക്ക ഉണ്ട്, പാസ്റ്റുറല്ല മൾട്ടോസിഡ എന്നും ഉണ്ട്. മൾട്ടോസിഡയും പാസ്റ്റുറല്ല ഹീമോലൈറ്റിക്കയും കിട്ടിയോ? ആദ്യം നമ്മൾ പാര ഓർക്കണം, പാര മറക്കല്ല്. പാര ഇൻഫ്ലുവൻസ വൈറസ് ഉണ്ട്. ഓക്കെ. ഇനി പറയുന്നത് ട്രാൻസിറ്റ് ടെറ്റനി. എന്താണ്? ട്രാൻസിറ്റ് ടെറ്റനി. ട്രാൻസിറ്റ് ആയിട്ടുള്ള ടെറ്റനി വരും, ഹൈപ്പോ കാൽസീമിയ വരും. ടെറ്റനി എന്ന് വെച്ചാൽ ഇങ്ങനെ നിൽക്കുമല്ലേ, ടെറ്റനി വരും. അതുപോലെ ഹൈപ്പോ കാൽസീമിയ വരും, എന്ന് വെച്ചാൽ കാൽഷ്യം ലെവൽ കുറയും. ഹൈപ്പോ കാൽസീമിയ വരും പ്രഗ്നന്റ് കൗവില്. പ്രഗ്നന്റ് കൗ പാവല്ലേടെ. പ്രഗ്നന്റ് കൗ ഇങ്ങനെ കുറെ നേരം കഷ്ടപ്പെട്ട് ഇങ്ങനെ നിന്ന് പോവല്ലേ, അപ്പൊ അതിന് വരത്തില്ലേ? അത് ടെറ്റനി സ്റ്റിഫായിട്ട് പോവില്ലേ ഒരാൾ ഇങ്ങനെ വെയിറ്റ് ചുമന്ന് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ? അതുപോലെ ഹൈപ്പോ കാൽസീമിയ. ഹൈപ്പോ കാൽസീമിയ എന്ന് വെച്ചാൽ ബോൺസ് ഒക്കെ തളരും, അപ്പൊ ഹൈപ്പോ കാൽസീമിയ ആവും. ഓക്കെ. അത് കിട്ടിയോ? കിട്ടി. ഇനി അടുത്തത് സാൽമോണെല്ലോസിസ് ഇൻ യങ് അനിമൽസ് പോൾട്രി. യങ് അനിമൽസില് പോൾട്രിയുടെ കേസിൽ സാൽമോണെല്ലോസിസ്. ഈ സാൽമോണെല്ലോസിസ് സാൽമൺ ഫിഷിനെ ഓർത്താൽ മതി. കൊച്ചു പിള്ളേർക്കാണ് അത് ഭയങ്കര ഇഷ്ടം, ആ മീന്. അതാണ് സാൽമോണെല്ലോസിസ് ഓൺ യങ് ആനിമൽസ് ആൻഡ് പോൾട്രി. കിട്ടിയോ? ഇത്രയും ക്ലിയർ ആണോ? ഇനി അടുത്ത പറയുന്നത് അതേഴ്സ്. ബാക്കി കാണുന്ന ഫുഡ് ഡിസീസ്. കാല് വെച്ച് ഇങ്ങനെ നിൽക്കുമ്പോ കാലിനൊക്കെ വേദന വന്നിട്ട് ആ കാലിന് അസുഖം വരത്തില്ലേ? അതാണ് ഫുഡ് ഡിസീസ്. പിന്നെ മാസ്റ്റൈറ്റിസ്. ഇതാണ് മാസ്റ്റർ മസിൽ. ആ സംഭവം മാസ്റ്റൈറ്റിസ് വന്ന ഇങ്ങനെ അങ്ങ് നിൽക്കും, അതിന് പിന്നെ ചവയ്ക്കാനൊന്നും പറ്റാതെ ഇങ്ങനെ നിൽക്കും. ഓക്കെ. ക്ലിയർ ആണോ? സാൽമോണല്ലേ മാസ്റ്റൈറ്റിസും കിട്ടിയോ? ഇത്രയാണ് ഇൻഫെക്ഷൻ ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ. ഒന്നും കൂടെ പറയാം. ഇൻഫെക്ഷൻ ആദ്യം പറയുന്നത് ട്രാൻസിസ്റ്റന്റ് ഫീവർ അല്ല, ട്രാൻസിറ്റ് ഫീവർ അല്ലെങ്കിൽ ഷിപ്പിംഗ് ഫീവർ. പിന്നെ പറയുന്നതെന്ന് വെച്ചാല് പാരാ ഇൻഫ്ലുവൻസ വൈറസ്. പിന്നെ പാസ്റ്റുറല്ല മൾട്ടോസിഡയാണ്. പാസ്റ്റുറല്ല മൾട്ടോസിഡയും പാസ്റ്റുറല്ല ഹീമോലിറ്റിക്കയാണ് വരുന്നത്. പിന്നെ വരുന്ന ട്രാൻസിറ്റ് ചെയ്ത ടെറ്റനി വരുന്നുണ്ട്. ടെറ്റനിയുടെ ഒപ്പം തന്നെ വരുന്നതാണ് ഹൈപ്പോ കാൽസീമിയ. മെയിൻലി വരുന്നത് ടെറ്റനിയും ഹൈപ്പോ കാൽസീമിയം വരുന്നത് പ്രഗ്നന്റ് ആയിരിക്കുന്നവരിലാണ്, പ്രഗ്നന്റ് ആയിട്ടുള്ള അനിമൽസിലാണ്. അതുപോലെ സാൽമോണെല്ലോസിസ് ഇൻ യങ് അനിമൽസിലെ സാൽമോണെല്ലോസിസ് വരുന്നുണ്ട്. പോൾട്രിയുടെ കേസ് എടുത്താലും സാൽമോണെല്ലോസിസ് ഓർക്കണം, പോൾട്രിയുടെ കേസ് എടുത്താലും. ഓക്കെ. അതേഴ്സ് ഫുഡ് ഡിസീസസ് പറയുന്നുണ്ട്, മാസ്റ്റൈറ്റിസ് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് വേറെ അസുഖങ്ങൾ. ഇനി പ്രീ സ്ലോട്ടർ ഷുഗർ ഫീഡിങ്. പ്രീ സ്ലോട്ടർ ഷുഗർ ഫീഡിങ് എന്ന് പറയുന്നത് കൂടുതൽ കാണുന്നത്
കോമൺ ഇൻ പിഗ്സ്. എങ്ങനെ ഓർക്കും? ഷുഗർ ഫീഡിങ്, പഞ്ചസാരയിലിട്ട് മക്കളെ കാത്തു സൂക്ഷിച്ച് വളർത്തിയെടുക്കുന്ന ആൾക്കാര്. നിങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്, പന്നി. ഓക്കെ, ഷുഗർ ഫീഡിങ്, പ്രീ സ്ലോട്ടർ ഷുഗർ ഫീഡിങ്. ഇനി 1.3 kilogram of sugar for 3 to 4 days before slaughter. അതായത് 1.3 kilogram. എങ്ങനെ കിട്ടും 1.3 kilogram? ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഒരു വീട്ടിൽ 5 മെമ്പേഴ്സ് ആകുമ്പോൾ 3 പന്നിക്കുട്ടികൾ. 1.3 കിട്ടിയോ? 1.3 kilogram for 3 to 4 days. 3 ദിവസം തൊട്ട് 4 ദിവസം വരെ. സ്ലോട്ടറിന് മുന്നേ. അവിടെ സ്ലോട്ടറിന് ശേഷം എന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അങ്ങനെ തെറ്റിക്കാം നിങ്ങൾ. അപ്പൊ ഷുഗർ ഫീഡിങ് നമ്മൾ കൊടുക്കുന്നത് 1.3 gram അല്ല, കിലോഗ്രാം കൊടുക്കണം. അതും 3 to 4 ഡേയ്സിന് പ്രീ സ്ലോട്ടർ എന്ന് വെച്ചാൽ സ്ലോട്ടറിങ് ചെയ്യുന്നതിന് മുമ്പാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ സ്ലോട്ടറിങ് ചെയ്യുന്നതിന് മുമ്പ് കൊടുക്കണം. പറയൂ സ്നേഹ, സ്ലോട്ടറിങ് ചെയ്തതിന് ശേഷം ഷുഗറിനെ ഫീഡ് ചെയ്താൽ പോലെ? മരിച്ചിട്ട് ചെയ്യില്ലല്ലോ. അപ്പൊ ചെയ്യത്തില്ലല്ലോ, വെറുതെ അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന. അപ്പൊ ഇൻക്രീസ് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോ ഡ്രസ്സിങ്ങിന്റെ പെർസെന്റേജും ലിവർ വെയിറ്റും കൂട്ടാൻ പറ്റും. ലിവർ വെയിറ്റ് കൂട്ടിയ വെയിറ്റ് കൂടിയില്ലേ? ലിവർ വെയിറ്റും കൂട്ടും, അതുപോലെ ഡ്രസ്സിങ്ങിന്റെ പെർസെന്റേജും കൂടും. അതുപോലെ മീറ്റ് വിത്ത് ഗുഡ് ടേസ്റ്റ്. ഷുഗർ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് കിട്ടില്ലേ പിള്ളേരെ? നിങ്ങൾക്ക് അതല്ലേ വേണ്ട? ഏത് കടയിൽ ചെന്നാലും ചേട്ടാ നല്ല ഇറച്ചി, നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഇറച്ചി വേണമെന്നല്ലേ പറയുന്നത്. അല്ലാതെ ചേട്ടാ കരിഞ്ഞു ഉണങ്ങിയ ഇറച്ചി എടുത്ത് തരാൻ പറയത്തില്ല. അപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഗുഡ് ടേസ്റ്റിലുള്ള മീറ്റ് വേണം, ടെൻഡർനെസ്സും ക്വാളിറ്റിയും നന്നായിരിക്കണം. ഇനി മസിൽ ഗ്ലൈക്കോജൻ എൻഷുവേഴ്സ് ആൻ ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ലാക്റ്റിക് ആസിഡ്. മസിൽ ഗ്ലൈക്കോജനില് ആഡിക്വേറ്റ് എമൗണ്ട് ആയിട്ടുള്ള ലാക്റ്റിക് ആസിഡും ആഫ്റ്റർ സ്ലോട്ടർ ലോ pH ആയിരിക്കും. അതുപോലെ ഈ പറയുന്ന ലാക്റ്റിക് ആസിഡും കാണും. അങ്ങനെ ചെയ്യുമ്പോൾ മസിൽ ഗ്ലൈക്കോജനില് എന്ന് വെച്ചാൽ മസിൽ എടുത്ത് വെട്ടി നോക്കിക്കഴിഞ്ഞാൽ അതാണ് അതിന്റെ ഡിറ്റർമിനേഷൻ. അങ്ങനെ മസിൽ എടുത്ത് വെട്ടിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ലാക്റ്റിക് ആസിഡും കാണും, ലോ pH ആയിരിക്കും ആ മീറ്റ്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും നിങ്ങളുടെ ഇറച്ചി മുന്നേ ഷുഗറിങ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഷുഗർ ഫീഡിങ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി പ്രീ സ്ലോട്ടർ ഷുഗർ ഫീഡിങ്ങിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ടത് 1.3 kilogram ഫോർ 3 to 4 days. എങ്ങനെ കിട്ടും? വീട്ടിൽ 3 പന്നിക്കുട്ടികൾ. അങ്ങനെ ചെയ്യേണ്ടത് 3 to 4 ദിവസം. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ആന്റി മോർട്ടം ഇൻസ്പെക്ഷൻ. ആന്റി മോർട്ടം ഇൻസ്പെക്ഷനില് എവിടെ വെച്ചാണ് ആന്റി മോർട്ടം ഇൻസ്പെക്ഷൻ നടത്തേണ്ടത്? ലൈറേജ് വെച്ച്. എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആന്റി മോർട്ടം എന്ന് വെച്ചാൽ ആന്റിയുടെ പിറകെ പോണം. ആന്റിയുടെ പേരാണ് ലൈല. ലൈറേജ്. ആന്റി മോർട്ടം ഇൻസ്പെക്ഷൻ നടക്കുന്നത് ലൈലയുടെ വീട്ടിൽ വെച്ചിട്ടാണ്, ലൈറേജിലാണ്. ഓക്കെ, ഇനി അടുത്തത് ടൈം. ഞാൻ പറഞ്ഞില്ലേ ആന്റിമാര് സാധാരണ ഫ്രീ ആവുന്ന എപ്പോഴാ? സാധാരണ നമ്മള് കറി പച്ചക്കറിയൊക്കെ വെട്ടിക്കഴിഞ്ഞ് 12 മണിക്ക് അടുപ്പിൽ സാധനമൊക്കെ വെച്ചിട്ട് ആന്റി ഇറങ്ങും പുറത്ത്. അപ്പൊ നമ്മളും ഇതുപോലെ പിറകെ പോകും. അപ്പൊ 12 തൊട്ട് 24 മണിക്കൂറും ആന്റി പുറത്താ, നമ്മളും പിറകെ നടക്കും. ഓ ബൈ, മനസ്സിലായോ? ഇത്രയും ക്ലിയർ ആണോ? ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ഷൻ ബൈ ക്വാളിഫൈഡ് വെറ്റിനറി ഡോക്ടേഴ്സ്. വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള വെറ്റിനറി ഡോക്ടേഴ്സ് വേണം നമ്മുടെ ആന്റിമോർട്ടം എക്സാമിനേഷൻ നടത്തേണ്ടത്. ലിംഫ് നോഡ് എക്സാമിനേഷൻ ആണ് നടത്തേണ്ടത്. എന്തെങ്കിലും അസുഖമുണ്ടോ, എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ, മീറ്റ് ഫിറ്റ് ആണോ, മീറ്റ് അൺഫിറ്റ് ആണോ എന്നൊക്കെ എക്സാമിൻ ചെയ്യുന്നതാണ് ആന്റിമോർട്ടം എക്സാമിനേഷൻ. ഇനി ആന്റിമോർട്ടം ഇൻസ്പെക്ഷൻ ഫോർ ഇമ്മീഡിയറ്റ് ഐസൊലേഷൻ. പെട്ടെന്ന് നമ്മുടെ കാളക്കുട്ടനെ അല്ലെങ്കിൽ പോത്തുകുട്ടനെയൊക്കെ വേഗം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആന്റിമോർട്ടം ഇൻസ്പെക്ഷൻ നടത്തുന്നത്. ഇൻ കേസ് ഓഫ് FMD, സെപ്റ്റിസീമിയ എക്സെട്ര, ആദ്യം നമ്മൾ ഐസൊലേറ്റ് ചെയ്യേണ്ട കണ്ടീഷൻസ് പറയുവാണ്. FMD വന്നാല് അല്ലെങ്കിൽ സെപ്റ്റിസീമിയ വന്നാല് നമ്മൾ ഈ പറയുന്ന കണ്ടീഷനിൽ മാറ്റണം. അതുപോലെ ടു പ്രിവെന്റ് സൂണോസിസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചതാ. ആൻഡ്രാക്സ്, റാബിസ്, പിന്നെ ഒരു സാധനം ഇവിടെ വന്നിട്ടുണ്ട്, ഗ്ലാൻഡേഴ്സ്. സൂണോസിസ് ആയിട്ടുള്ള ആൻഡ്രാക്സ് അല്ലെങ്കിൽ റാബിസ്, ഗ്ലാൻഡേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐസൊലേറ്റ് ചെയ്യണം. അതുപോലെ ടു ഡിറ്റക്ട് ഇൻടോക്സിക്കേഷൻ,
ഇൻടോസിക്കേഷൻ വന്നാലും ഇൻഫെക്ഷൻ വന്നാലും ടെറ്റനസ് പോലത്തെ ഇൻഫെക്ഷൻ വന്നാലും നമ്മൾ ഐസൊലേറ്റ് ചെയ്യണം. ഈ ടെറ്റനസ് ആർക്ക് വരുമെന്നാണ് ഞാൻ പറഞ്ഞത് നേരത്തെ? പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്ക് ടെറ്റനസും ഹൈപ്പോഗ്ലൈസീമിയയും വരുത്തുണ്ട്. അപ്പൊ ടു ഡിറ്റക്ട് ഇൻടോസിക്കേഷൻ വല്ലതും കണ്ട അപ്പോഴേ എടുത്ത് ഐസൊലേറ്റ് ചെയ്യണം. ടെറ്റനസ് അല്ല, ടെറ്റനിയാണ് അവിടെ പറഞ്ഞത്. രണ്ടും തമ്മിൽ തെറ്റിപ്പോവരുത്. ടെറ്റനി വേറെ, ടെറ്റനസ് വേറെ, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ടെറ്റനസ് ആണ് പറയുന്നത്. ടെറ്റനസ് കണ്ടീഷനിൽ ഇൻടോസിക്കേഷൻ വരുമ്പോഴത്തേക്ക് ഇൻഫെക്ഷൻ ആണ് ടെറ്റനസ്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഐസൊലേറ്റ് ചെയ്യണം. ഇനി ഒരു സാധനം അൺഫിറ്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഒന്നാമത്തെ കാര്യം ഇമാസിയേറ്റഡ് ആയിരിക്കും. പിന്നെ ടെറ്റനസ് വന്നിട്ടുണ്ടെങ്കിൽ, റാബിസ് വന്നിട്ടുണ്ടെങ്കിൽ, ക്യാരിയിങ് ടോക്സിക് റെസിഡ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ. ഏതൊക്കെയാ? എമാസിയേറ്റഡ്, പിന്നെ പറഞ്ഞ ടെറ്റനസ്, പിന്നെ റാബിസ്, പിന്നെ എന്താണ്? ക്യാരിയിങ് ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ. മനസ്സിലായോ? നിങ്ങള് റെക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ട് കാണത്തില്ല. റെക്റ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ല. പക്ഷെ റെക്റ്റം എന്ന് കേട്ടിട്ടുണ്ടോ? റെക്റ്റം എന്ന് വെച്ചാൽ ഏത് പോർഷനാ? ഒരു ജീവിയുടെ റെക്റ്റം എന്ന് വെച്ചാൽ ആർക്കും വേണ്ടാത്ത ഭാഗമല്ലേ. ആ സ്ഥലത്ത് ഇറച്ചി നിങ്ങൾ വാങ്ങിക്കോ? ഇല്ല. അതാണ് റെക്റ്റ്. ആറെന്താ? ആറെന്ന് വെച്ചാ റാബിസ് വന്നിട്ടുണ്ടെങ്കിൽ. ഈ എന്ന് വെച്ചാല് എന്താ? ഈ എന്ന് വെച്ചാല് ഇമാസിയേറ്റഡ്. സി എന്ന് വെച്ചാ ക്യാരിയിങ് ടോക്സിക് സബ്സ്റ്റൻസ്. ടി എന്ന് വെച്ചാ ടെറ്റനസ്. ഓക്കെ, അപ്പൊ അതിന്റെ കോഡ് കിട്ടിയോ? നമ്മള് ഒരു ഇറച്ചി അൺഫിറ്റ് ആന്ന് പറയുന്നത് റെക്റ്റത്തിൽ നിന്നുള്ള ഇറച്ചി ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് റെക്റ്റ് എന്ന് പറയുന്നു. ആർ ഫോർ റാബിസ്, ഇ ഫോർ എമാസിയേറ്റഡ്, സി ഫോർ carrying intoxic substances and T for tetanus. അങ്ങനെ കിട്ടിയോ പിള്ളേരെ ഞാൻ പറഞ്ഞത്? ഇനി അടുത്തത് ഗ്രേഡിങ് ഓഫ് ലൈഫ് സ്റ്റോക്ക്. ലൈഫ് സ്റ്റോക്കിനെ നമ്മൾ ഗ്രേഡ് ചെയ്യും. യു പി ഡി സി യു അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനെ എന്താ പറയുന്നത്? ക്ലാസിഫൈ ചെയ്ത് ഗ്രേഡ് ചെയ്യുന്നത്. യു എന്ന് വെച്ചാ അൺഫിറ്റ്, കൊള്ളത്തില്ല, നമുക്ക് വേണ്ട. യു മനസ്സിലായില്ല നിങ്ങളെ? യു അൺഫിറ്റ്, പൊക്കോളൂ, നിങ്ങളിവിടെ വേണ്ട. അപ്പൊ യു കിട്ടിയല്ലോ. യു എന്ന് വെച്ചാൽ അൺഫിറ്റ് ആണ്. നിങ്ങളെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പി. ഞാൻ എപ്പോ ചോദിച്ചാലും സാർ എനിക്കത് അറിയില്ല. പോസ്റ്റ്പോൺ, പിന്നെ മാറ്റി വെക്കുന്നു. പോസ്റ്റ്പോൺ, സ്ലോട്ടർ ആൻഡ് ട്രീറ്റ്. അപ്പൊ പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുക. ഇനി എസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം സൂക്ഷിച്ചോണം, എന്തോ കുഴപ്പമുണ്ട്. ഹാൻഡിൽ ആസ് എ സസ്പെക്ട്. പ്രത്യേകിച്ച് ആഷിത ഇടയ്ക്ക് ഇങ്ങനെ പറയും സർ, യെസ് സർ. അപ്പോ ഹാൻഡിൽ ദ സസ്പെക്റ്റിനെ കിട്ടി. ഇനി ഡി എന്ന് വിളിക്കുമ്പോ നിങ്ങൾക്ക് അറിയില്ലേ, നമ്മൾ ഡി എന്ന് വിളിച്ച അപ്പോഴേ ഒരുത്തനെ വലിച്ചു കീറാനുള്ള ദേഷ്യം. ഡിസ്ട്രോയ് ആൻഡ് ഡിസ്പോസ്. ആദ്യം വലിച്ചു കീറി കുഴിച്ചു മൂടുന്നു. ഡിസ്ട്രോയ് ആൻഡ് ഡിസ്പോസ് കിട്ടിയോ? ഇനി പറയുന്ന സിയു എന്ന് വെച്ചാൽ എന്താ? കണ്ടീഷണലി അൺഫിറ്റ് ആണ്. സിയു എന്ന് വെച്ചാല് സാധാരണ സിയു പറയുമ്പോ എല്ലാവർക്കും പല ഓർമ്മകളാണ് വരുന്നത്. നമുക്ക് ഇഷ്ടമായിരുന്നു, കണ്ടീഷണലി അൺഫിറ്റ് ആണ്. ഓക്കെ, മനസ്സിലായോ? അതാണ് സിയു. ഇത്രയും ക്ലിയർ ആയോ? ഇനി അൺഫിറ്റ് ആണ് യു, അതുപോലെ ഡി, രണ്ടും കൂടെ വരുന്നത് ഏതൊക്കെയാണ്? ഡി എന്താ? ഡി എന്ന് വെച്ചാൽ എന്താ? ഡിസ്ട്രോയ് ആൻഡ് ഡിസ്പോസ്. അപ്പൊ യുവും ഡിയും ചേർന്ന് വരുന്ന സാധനങ്ങള് അൺഫിറ്റും ആണ്. ഡിസ്ട്രോയ് ചെയ്യണം, ഡിസ്പോസ് ചെയ്യണം. അത് ഏതൊക്കെയാണ്? അതിന് വന്നേക്കുന്ന അസുഖം ആന്ത്രാക്സ് ആണെങ്കിൽ, അതിന് ഫോറേജസ് പോയിസണിങ് ഉണ്ടെങ്കിൽ,
ടെറ്റനസ് വന്നിട്ടുണ്ടെങ്കിൽ UD, യുവും ഡിയും വരും. ആന്ത്രാക്സ്, ആന്ത്രപ്പന് വരുന്ന, ഞാൻ പറഞ്ഞില്ലേ ആന്ത്രക്കാരനല്ലേ വരുന്ന, അവന് അൺഫിറ്റ് ആണ്. അതുപോലെ ഡി, അവിടെ ഒരു പെങ്കൊച്ചല്ലേ നോക്കിയത്, അപ്പൊ യുവും ഡിയുമാണ് ആന്ത്രാക്സ്, ഫോറേജ് പോയിസണിങ്, ടെറ്റനസ്. ഇനി പറയുന്നത് യു മാത്രം, നിങ്ങൾ ഫസ്റ്റ് പറയുന്നത് ബ്ലാക്ക് കോട്ടർ. ബ്ലാക്ക് കോട്ടർ എന്നൊക്കെ പറഞ്ഞ നമുക്ക് അറിയാം, ഒരു കറുത്ത കോട്ടർ എടുത്തിട്ട് വെച്ച് അടിക്കാനല്ലേ പറഞ്ഞ സാറേ. നമുക്ക് മനസ്സിലായി, സ്നേഹയുടെ ചിരിയൊക്കെ കണ്ടോ, നമുക്ക് ഒരു കോട്ടറൊക്കെ എടുത്ത് വെച്ച് അടിച്ചാലോ. അപ്പോ ബ്ലാക്ക് കോട്ടർ കിട്ടിയല്ലോ, ബ്ലാക്ക് കോട്ടർ കിട്ടി. പിന്നെ പറയുന്നത് FMD. എന്താണ് FMD? FMD എന്ന് വെച്ചാൽ FMD തന്നെ സാർ, ആണോ? അപ്പൊ FMD പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞ ബ്ലാക്ക് കോട്ടർ, എന്നിട്ട് FM-ല് പാട്ടൊക്കെ വെക്കണം, ഡിങ് ഡിങ് ഡിങ്, അതാണ് FMD. അത് കഴിഞ്ഞിട്ട് ലിസ്റ്ററിയോസിസ്. പിന്നെ ലിസ്റ്ററിയോസിസ് ആണോ, റാബീസ്, സാൽമണലോസിസ്, സെലീനിയം പോയിസണിങ്, സ്വൈൻ ഫീവർ, TB. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. നിങ്ങളെ പറ്റിയല്ലേ പറയുന്ന. നിങ്ങൾ ആദ്യം ഒരു ദിവസം നിങ്ങളുടെ ഫ്രണ്ടായിട്ട് ബ്ലാക്ക് കോട്ടറൊക്കെ എടുത്തു വെച്ച് അടിക്കാൻ റെഡി ആയിട്ട് ഇരുന്നപ്പോഴത്തേക്ക് FM ഒക്കെ ഇട്ട് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുക FMD. അപ്പോ ലിസ്റ്ററിയോസിസ്, ഒരു ലിസ എന്ന് പറയുന്ന ഒരു പെണ്ണും, അതുപോലെ തന്നെ സൽമ എന്നൊക്കെ പറയില്ലേ, സൽമ എന്ന് പറയുന്ന ഒരു പെണ്ണും കൂടെ വന്നിട്ട്, നിങ്ങൾ വന്നപ്പോഴത്തേക്ക് സൽമയ്ക്ക് ഒരു പട്ടിയുണ്ട്, നേരെ നമ്മുടെ സ്നേഹയുടെ കാലിൽ ഒരു കടി, ടിങ്. അപ്പൊ നമ്മുടെ സ്നേഹയ്ക്ക് റാബിസ് വന്നു. ഓക്കെ, പേടിച്ച് കുട്ടിക്ക് ഫീവർ വന്നു, സ്വൈൻ ഫീവർ വന്നു, അവസാനം ക്ഷയം വന്നു, TB വന്നു. അതിന് മുമ്പേ സെലീനം എന്ന് പറയുന്ന നമ്മുടെ ഭാര്യയുണ്ട്, സെലീന, അവള് ഞങ്ങൾക്ക് വിഷം തന്ന് എന്നെ കൊന്ന്. അതാണ് സെലീനിയം പോയിസണിങ്. യു എന്ന് വെച്ചാൽ ഞാൻ. ഓക്കെ, വലിയ കാര്യത്തിൽ വെള്ളം അടിക്കാൻ വേണ്ടി ബ്ലാക്ക് കോട്ടർ എടുത്ത്, അല്ലെ, ബ്ലാക്ക് കോട്ടർ എടുത്തിട്ട് FMDയും വെച്ചോണ്ടിരുന്ന്. അതുപോലെ തന്നെ അപ്പോഴാണ് നമ്മുടെ ലിസ്റ്റിയോസിസ്, അല്ലെ, ലിസ്റ്ററിയോസിസ് വന്നു. എന്നിട്ട് റേബിസും സാൽമണലോസിസും പിന്നെ പറഞ്ഞ സെലീനിയം പോയിസണിങ്ങും, പിന്നെ TB വന്നിട്ടുണ്ട്, സ്വൈൻ ഫീവർ വന്നിട്ടുണ്ട്. ഇതെല്ലാം യുയിൽ വരുന്നതാണ്. ഇത്രയും ക്ലിയർ ആണോ? പിന്നെ പറയുന്നത് പിയിലും ലിസ്റ്ററിയോസിസ് വരുന്നുണ്ട്, സെലീനിയം പോയിസണിങ് വരുന്നുണ്ട്. പി എന്ന് വെച്ചാൽ എന്താണ്? പി എന്ന് വെച്ചാൽ പോസ്റ്റ്പോൺ ചെയ്യുക. ലിസ്റ്ററിയോസിസും പിന്നെ പോയിസണിങ്. എനിക്കറിയാം നിങ്ങൾ എന്നെ പോയിസൺ തന്ന കൊല്ലൂന്ന്, ഞാൻ ചോദിക്കുമ്പോൾ. അതാണ് സെലീനിയം പോയിസണിങ്ങും. ഇതിൻ്റെ അകത്തൊരു സെലീന വരും, എന്തെങ്കിലും ജനിക്കും. സെലീനിയം പോയിസണിങ്ങും ലിസ്റ്ററിയോസിസ് എന്ന് വെച്ചാൽ ഒന്നും കിട്ടാതെ വരുമ്പോ ഒരുമാതിരി ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. നിങ്ങൾ സാർ കേൾക്കുന്നില്ല സാർ, റേഞ്ച് ഇഷ്യൂ ആണ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ. ലിസ്റ്ററിയോസിസും സെലീനിയം പോയിസണിങ്ങുമാണ് പി വരുന്നത്. പിന്നെ പറയുന്നത് എസ്, ആക്ടിനോമൈക്കോസിസ്, ആക്ടിനോബാസിലോസിസ്, ലിസ്റ്ററിയോസിസ്, സ്വൈൻ എറിസിപ്പെലസ്, സെലീനിയം പോയിസണിങ്. ഈ സെലീനിയെ കൊണ്ട് തോറ്റ്. ഈ സെലീന യുയിലുണ്ട്, പിയിലുണ്ട്, എസ് ഉണ്ട്. എങ്ങനെ ഓർക്കും? സെലീനയുടെ വീട്ടിൽ UPS ഉണ്ട്. ഓക്കെ, അപ്പോ യു, പി, എസില് സെലീനിയം ഉണ്ട്. ഓക്കെ, സെലീനിയം പോയിസണിങ് ഉണ്ട്. ക്ലിയർ ആണോ? അതുപോലെ തന്നെ ലിസ ഒരു SP ആണ്, അല്ലെങ്കിൽ PS ആണ്. PS അല്ലെങ്കിൽ SP ആണ്. SP ആലോചിച്ചാൽ മതി. ലിസ എന്ന് പറയുന്ന പോലെ ലിസ്റ്ററിയോസിസും ലിസയ്ക്കും വീട്ടിൽ UPS ഉണ്ട്. സോറി, ലിസയുടെ വീട്ടില് UPS ഉണ്ട്, സെലീനയുടെ വീട്ടില് UPS ഉണ്ട്. പ്രശ്നം തീർന്നല്ലോ. ഇനി അടുത്തെന്ന് പറയുന്നത് ആക്ടിനോമൈക്കോസിസും ആക്ടിനോബാസിലോസിസും. ഈ എസ് എന്ന് വെച്ചാൽ എന്താണ്? സസ്പെക്റ്റ് ആണ്. സസ്പെക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇറച്ചിയിൽ എന്തോ ഒരു സാധനം കണ്ടെത്തി, അതാ ഒരു ബാക്ടീരിയ. അതാണ് സാൽമണലോസിസ് ഇല്ല, ആക്ടിനോമൈക്കോസിസിനെ കണ്ടെത്തി. എന്തോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനത്തെ കണ്ടുപിടിച്ച്
അതാണ് ആക്ടിനോമൈക്കോസിസും ആക്ടിനോബാസിലോസിസും. ആക്ടിനോമൈക്കോസിസും കിട്ടി, ആക്ടിനോബാസിലോസിസും കിട്ടി. അപ്പൊ ആക്ടിനോമൈക്കോസിസും ആക്ടിനോബാക്ടീരിയോസിസും കിട്ടിയല്ലോ. പിന്നെ പറയുന്ന ലിസ്റ്ററിയോസിസ്, സ്വൈൻ എർസിപ്പൽസ്, സ്വൈൻ എറിസിപ്പൽസ്, സ്വൈൻ എടുത്തു ഒറ്റ എറിസിപ്പൽസ്, മനസ്സിലായോ? ഈ എറിഞ്ഞപ്പോ പല്ലി കൊണ്ട് പല്ല് എറിച്ചു, എറിസിപ്പൽസ്. ആ സ്വൈൻ എറിസിപ്പൽസും സെലീനിയം പോയിസണിങ്ങും നടന്നു. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയുമാണ് നമ്മുടെ ഗ്രേഡിംഗ് ഓഫ് ലൈഫ് സ്റ്റോക്ക്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഗ്രേഡിംഗ് ഓഫ് ലൈഫ് സ്റ്റോക്ക്. ചോദ്യം ചോദിക്കും, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി പറയുന്നത് പോസ്റ്റ് മോർട്ടം ഇൻസ്പെക്ഷൻ. എങ്ങനെ നമുക്ക് പോസ്റ്റ് മോർട്ടം ഇൻസ്പെക്ഷൻ ചെയ്യാം? പോസ്റ്റ് മോർട്ടം എന്ന് വെച്ചാൽ ശേഷം. അപ്പൊ പോസ്റ്റ് മോർട്ടം എക്സാമിനേഷൻ ഓഫ് ഡ്രസ്ഡ് കർക്കാസ്, ഓർഗൻ, ബ്ലഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സ്ലോട്ടർ. അർത്ഥത്തിന് ശേഷം എക്സാമിൻ ചെയ്യുന്നു. എന്തൊക്കെ? കർക്കാസിനെ എക്സാമിൻ ചെയ്യണം, ഓർഗൻസിനെ എക്സാമിൻ ചെയ്യണം, ബ്ലഡ് എക്സാമിൻ ചെയ്യണം, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സ്ലോട്ടർ. ഇനി ലിംബ് നോഡ് എക്സാമിനേഷൻ ഇമ്പോർട്ടന്റ്. നിങ്ങൾ ഏത് എക്സാമിനേഷൻ എടുത്താലും ലിംബ് നോഡ് എക്സാമിനേഷൻ വരും. വിത്ത് അസോസിയേറ്റഡ് ഓർഗൻസ് ആണ് ഇവിടെ വരുന്നത്. കാരണം നേരത്തെ എന്തുകൊണ്ട് ലിംബ് നോഡ് എക്സാമിനേഷൻ വിത്ത് അസോസിയേറ്റഡ് ഓർഗൻസ് വന്നില്ല സ്നേഹ? പ്രീ സ്ലോട്ടർ എക്സാമിനേഷൻ അല്ലെങ്കിൽ ആന്റി മോർട്ടം എക്സാമിനേഷനിൽ അസോസിയേറ്റഡ് ഓർഗൻസ് വരാത്ത എന്തുകൊണ്ടാന്ന് പറയാമോ? എന്തുകൊണ്ടാണ്? ഓർഗൻസ് എല്ലാം പുറത്തെടുത്ത് ഇപ്പോഴല്ലേ, അതുകൊണ്ടാണ് അസോസിയേറ്റഡ് ഓർഗൻസ് എന്നൊക്കെ വന്നേക്കുന്നത്. ലൈറ്റ് ഇന്റൻസിറ്റി ഇവിടെ പറയുന്നുണ്ട് 540 ലക്സ്. നമ്മൾ 220 ലക്സ് എവിടെയോ പഠിച്ചു. എവിടെയാണ് 220 ലക്സ് പഠിച്ചത്? പറയാമോ? കട്ടിങ് അല്ലെങ്കിൽ ഡീബോണിങ്ങിന്റെ അവിടെയാണ് പഠിച്ചത്. 220 ലക്സ് 2 പീസസ് ആയിട്ടല്ലേ കട്ട് ചെയ്യുന്നത്. അതാണ് 2020 അല്ല 220 ലക്സ് കിട്ടിയത്. പക്ഷെ ഇപ്പൊ പറയുന്ന എന്താണ്? ഇപ്പോഴും 540 ലൈറ്റ് ഇന്റൻസിറ്റി വേണമെന്ന് പറയുന്നുണ്ട്. കാരണം കാണണ്ടേ പിള്ളേര്, എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളതെന്ന് കാണാൻ അത്ര പ്രകാശം വേണം. അതാണ് 540 ലക്സ്. 540. കാരണം ഈ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ കാര്യമായിട്ട് 5-4 പേര് ഇങ്ങനെ നിന്ന് നോക്കുക. അതാണ് 5-4 പേര്, 540. അല്ലെങ്കിൽ 500 ലക്സിൽ കൂടുതൽ ഉണ്ടാവണം. ഓക്കെ, ഇനി അടുത്തത് ഹെഡ് നോക്കണം. ഔട്ടർ സർഫസ് ഓഫ് ഹെഡിന്റെ ഏതൊക്കെ പോർഷൻ നോക്കണമെന്നാണ്. ആദ്യം നോക്കേണ്ടത് കണ്ണിന്റെ ഔട്ടർ സർഫസ്. പിന്നെ നോക്കേണ്ടത് ഗംസ് എങ്ങനെയുണ്ട്, ലിപ്സ് എങ്ങനെയുണ്ട്, ടങ് എങ്ങനെയുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എക്സാമിൻ ചെയ്യേണ്ടത്. അതുപോലെ റെട്രോഫരീഞ്ചിയലും സബ്മാക്സിലറിയും ലിംബ് നോഡ്സും നോക്കണം. റെട്രോഫരീഞ്ചിയലും സബ്മാക്സിലറി ലിംബ് നോഡ് നോക്കണം എങ്ങനെയാണെന്ന്. സബ്മാക്സിലറിയും റെട്രോഫരീഞ്ചിയലും. ഇനി ഹെഡിന്റെ കാര്യം പറഞ്ഞു. പിന്നെ നമ്മൾ നോക്കുന്നത് താഴോട്ട് വരുമ്പോൾ ഹെഡ് കഴിഞ്ഞാൽ ലങ്സ് ഉണ്ട്. ലങ്സിന്റെ ഇവിടെയായിട്ട് ഹൃദയം വരുന്നുണ്ട്. ഹൃദയം കഴിഞ്ഞാൽ ലിവർ വരുന്നുണ്ട്. പിന്നെ സ്റ്റൊമക്ക് വരുന്നുണ്ട്. സ്റ്റൊമക്ക് കഴിഞ്ഞിട്ട് സ്പ്ലീന്, യൂട്രസ്, പിന്നെ ലാസ്റ്റ് അഡർ പോർഷൻ ഒക്കെ നോക്കണം. ഇത്രയും പോർഷൻസ് ആണ് നോക്കേണ്ടത്. അഡർ എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ മറക്കല്ലേ, അടിഭാഗം എന്ന് ഓർത്താൽ മതി. മൃഗത്തിന്റെ അടിഭാഗം നമ്മൾ എക്സാമിനേഷൻ ചെയ്യണം. അഡർ വാക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾ വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർ നോട്ട് ഇൻക്ലൂഡഡ് അണ്ടർ എന്താ പറയാ പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡർ ഉണ്ട്, അഡർ ഇൻക്ലൂഡഡ് ആണ്. ലങ്സ് ഉണ്ട്, ഹാർട്ട് ഉണ്ട്, ലിവർ ഉണ്ട്, സ്പ്ലീൻ ഉണ്ട്, യൂട്രസ് ഉണ്ട്. ഇത്രയും സാധനങ്ങളുണ്ട്. ക്ലിയർ അല്ലേ? ഇത്രയും സാധനങ്ങൾ പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷനിൽ വരുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷൻ ചെയ്യണമെങ്കിൽ 540 ഇന്റൻസിറ്റി ലൈറ്റ് ഉള്ള ലക്സ് അല്ലെങ്കിൽ 500 മേലുള്ള ലക്സ് ഉള്ള ഇന്റൻസിറ്റി ലൈറ്റ് വേണം. 4 to 5% അല്ലെങ്കിൽ 54, അതാണ് ആ കോഡ്. 540 ലക്സ് എന്ന് പറയുന്ന കോഡ് കിട്ടുന്നത്. എന്നാൽ 220 ലക്സ് ആണ് നമ്മുടെ കട്ടിങ്ങിന് വേണ്ട സ്ഥലത്ത് വേണ്ടത്. 220 ലക്സ് കട്ടിങ് അല്ലെങ്കിൽ ഡീബോണിങ്ങിന്റെ സ്ഥലത്ത് വേണ്ട 220 ലക്സ് ആണ്. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഇനി ഇത്രയാണ് പോസ്റ്റ്മോർട്ടം ഇൻസ്പെക്ഷനെ കുറിച്ച് പറയുന്നത്.
ഇത്രയും കൊണ്ട് നമ്മുടെ വെറ്റിനറി സയൻസ് ഇവിടെ തീർന്നില്ല. പിന്നെ സ്റ്റണ്ണിങ് ടെക്നിക്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ?